അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികള്, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവര്, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ എടുക്കുന്ന ഒരൊറ്റ സബ്ജക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ ദാരിദ്ര്യം ഉണ്ടായാൽ എന്ത് ചെയ്യും, പ്രാർത്ഥന ശൈത്യം ഉണ്ടായാൽ എന്ത് ചെയ്യും, ആത്മീയ മരവിപ്പുണ്ടായാൽ എന്ത് ചെയ്യും. അതാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യുക വെച്ചാൽ അതിന് ഓരോരോ ഘട്ടങ്ങൾ ഇന്നലെ മെനയെന്നൊന്ന് പറഞ്ഞ് ഇന്നലെ പറഞ്ഞ് ഇന്ന് പറഞ്ഞാൽ എന്തറിയാമോ, ഇന്ന് പറയണത് ഈ ചില കാര്യങ്ങളെ തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സ്ഥലത്ത് കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കാൻ പറയും, തിരിച്ച് കിട്ടാത്ത സ്ഥലത്തേക്ക് കൊടുക്കാൻ പറയും. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആത്മീയ മരയിപ്പ് വന്ന് പ്രാർത്ഥന ശൈത്യം വന്ന് അപ്പം അങ്ങനെയൊക്കെ വന്നാൽ ഒരു ഫെയ്ത്ത് ഫ്രിജിഡിറ്റി, വിശ്വാസ മരയിപ്പ് എന്ന് പറയും, വിശ്വാസ മരയിപ്പ്. അങ്ങനെയൊക്കെ വന്ന് നമ്മളിനി എന്ത് പ്രാർത്ഥിക്കാനാണ്, ആരോട് പ്രാർത്ഥിക്കാനാണ്, പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. അപ്പോൾ അതിനർത്ഥം നമുക്ക് ഇപ്പോൾ നമ്മൾ എന്ത് പ്രശ്നം, നമ്മൾ ബൈക്ക് ഓടിക്കത്തില്ലേ, ബൈക്ക് ഓടിക്കുമ്പോൾ എല്ലാ ബൈക്കിലും എന്താ സംഭവം, കുറച്ച് കഴിയുമ്പോൾ റിസർവയർ എന്നല്ലേ, റിസർവയർ അങ്ങനെ സംഭവമില്ല, ഇതിൻ്റെ അകത്ത് നമ്മളുടെ പെട്രോൾ ടാങ്കിൻ്റെ അകത്ത് തന്നെ റിസർവ് ചെയ്തിരിക്കുന്ന ഓയിൽ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 40 ഒരു ലിറ്റർ അടിച്ചെന്ന് വിചാരിച്ചോ, ലിറ്റർ ഇപ്പോൾ 1.20 എത്ര രൂപയാണ്. അപ്പം 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 2 ലിറ്റർ പെട്രോൾ അടിച്ചെന്ന് വിചാരിച്ചോ. നമ്മളിങ്ങനെ യാത്ര ചെയ്യണം ബൈക്കിൽ, നമ്മൾ എണ്ണ അടിക്കാൻ മറന്നു പോയാലും ഉടനെ ആ റിസർവറിൽ അവിടെ കത്തിക്കിടക്കുക, എണ്ണ തീർന്നു. പക്ഷേ ഇനി അടുത്ത പെട്രോൾ പമ്പ് വരെ പോകാനുള്ള എണ്ണ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ, ടാങ്ക് ഡയറക്റ്റ് വരാത്ത രീതിയിൽ, ബുള്ളറ്റിനൊക്കെ അതുണ്ട്, എല്ലാ ബൈക്കിനൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല, ആ റിസർവറിലൊക്കെ ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടാങ്കിൽ എണ്ണ തീർന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവർ താഴേക്ക് ആ റിസർവറിൻ്റെ നോബ് തിരിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ പെട്രോൾ പമ്പ് വരെ ഓടിക്കാനുള്ള വെള്ളം കിട്ടും. ഞാൻ ചോദിക്കട്ടെ, അതും കണ്ട് പെട്രോൾ പമ്പ് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ടാങ്കിൽ എണ്ണയും തീർന്ന് റിസർവറിലും തീർന്ന് നമ്മൾ ഓടിച്ചോടിച്ച് പോയിട്ട് പെട്രോൾ പമ്പ് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ വരണ്ട് കത്തിയിരിക്കും ടാങ്ക്, ഉണങ്ങിയിരിക്കണമെന്ന്, ടാങ്ക് ഉണങ്ങിയിരിക്കണമെന്നാണ്. ചില വീടുകളിലൊക്കെ ഭയങ്കര ഇടിയാണ്, ചേട്ടാനിയന്മാർ, അപ്പനും ചേട്ടനും അനിയനും എല്ലാം കൂടി വണ്ടി ഓടിക്കും. അതിനകത്ത് പിശുക്കന്മാരാരെങ്കിലും ഉണ്ടാവും, അപ്പനായിരിക്കത്തില്ല പിശുക്കൻ, മിക്കവരും ഇളയ മകനായിരിക്കും പിശുക്കൻ. അവരും കൊണ്ടേ ചേട്ടൻ്റെ വണ്ടി എടുത്ത് അവനും ഓടിക്കും. അവരും ഓടിച്ചിട്ട് ചേട്ടായി ഓടിക്കുമ്പോൾ ചേട്ടന്മാർക്ക് എപ്പോഴും ഉണ്ടെന്ന് അപ്പനനിയനൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഒരു 1 ലിറ്റർ പെട്രോൾ അടിച്ചു വെച്ചിട്ട് അവൻ പോരത്തുള്ളൂ. ഈ ഇളയവനെ ഒരിക്കലും, ഇളയവൻ്റെ സ്വഭാവം അനുസരിച്ചാൽ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ഇളയന്മാർ ഭയങ്കര വിക്രമന്മാരായിരിക്കും, യവന്മാർ അടിക്കത്തില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് അപ്പം പുറത്തിറങ്ങി വണ്ടി എടുക്കുമ്പോഴാണ് നോക്കുമ്പോൾ ഉണങ്ങിയിരിക്കണേ കാണാം. ആരാണ് അവസാനം എടുത്ത് വണ്ടി എടുത്തതെന്ന് ചോദിക്കുമ്പോൾ മറ്റവരപ്പം തന്നെ എടുത്ത് ആ വഴക്ക് കേൾക്കണ അപ്പം മൂത്തവനായിരിക്കും, മറ്റവനറിയാമല്ല, കള്ളത്തരം കാണിച്ചിട്ട് അപ്പത്തിനോട് മുങ്ങിക്കാണും. അപ്പനിപ്പോൾ വണ്ടി എടുക്കും, അപ്പൻ വേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുമെന്ന്. അതെ, അവന് ഇത് വിക്രമം കാണിക്കണവന് എപ്പോഴും നിൽക്കാൻ അറിയാം, പണി കിട്ടണേ എപ്പോഴും. ഇല്ല, അപ്പം ഞാൻ അടിക്ക് വെക്കുമ്പോൾ ഇത്രയും ഉണ്ടായി. അപ്പം ഇങ്ങനെ വന്നാലും ഈ ഉണങ്ങിപ്പോയ ആത്മീയതയിൽ ഈ ഉണക്കമുണ്ട്. പെട്രോൾ ടാങ്ക് ഉണങ്ങുന്നത് പോലെ ആത്മീയതയിലും പ്രാർത്ഥനാ വരൾച്ച ഉണ്ട് ശരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വന്നാൽ എന്ത് ചെയ്യും? അതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. അത് ചെയ്യണമെന്ന് പറയണത് അതിനെപ്പോഴും ഓർത്തേക്കണം, അത് ഈശോ റീഫണ്ട് ചെയ്യുന്ന ചില സ്കീംസ് ഉണ്ട്. ദൈവം ഇപ്പം ഇങ്ങനെ ബാങ്ക്രപ്സി ആയിപ്പോയി പെട്രോൾ ടാങ്ക് ഉണങ്ങിപ്പോയാൽ അതിന് ഇൻസെൻറ്റീവ്, ദൈവം നമുക്ക് ഇൻസെൻറ്റീവ് തരുന്ന ചില സ്കീംസ് ഉണ്ട്. ആ സ്കീംസ് അറിയാമെങ്കിൽ അതിലൊരു സ്കീം ഈ ലൂക്കായുടെ സുവിശേഷം 6:35 എടുത്തേ. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. അതായത് ഇങ്ങനെ ഇതൊരു ഭയങ്കര സാധനമാണിത്. എന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക്രപ്റ്റ്സ് ആയിപ്പോയി എന്ന് കണ്ടാൽ
പിന്നെ ദൈവം ഇവരെ ഒരു ഇൻസെൻറ്റീവ് കൊടുത്ത് ഇവരെ തൽക്കാലത്തേക്ക് ഇവരെ ഇപ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മളെ ക്യാമ്പിൽ കൊണ്ടുപോകേ, അതുപോലെ അവിടെ നമുക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് വരെ ഭക്ഷണം തരും എന്നും പറഞ്ഞ് എല്ലാ ദിവസവും നമുക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ഭക്ഷണം തരുക ഇല്ല. പക്ഷേ ഇത് റിക്കവർ ചെയ്തെടുക്കാനുള്ളൊരു മാർഗ്ഗമാണ്. തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർക്ക് കൊടുത്താൽ അവർക്ക് നമുക്ക് തിരിച്ചു തരാൻ പറ്റത്തില്ല. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ സദ്യ അത്താഴം മുത്താഴം ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾ ദരിദ്രരെ വിളിക്കണം. എന്നിട്ട് ഈശോ പറയും നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഒന്നുമില്ല. ലൂക്കാ 14:13. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. ലൂക്കാ 14:14. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും, എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. പ്രത്യേകിച്ച് ഈ അന്ധന്മാരെ സഹായിക്കണ ഇതുപോലെ സംഭവമാണ്. കാര്യം മറ്റുള്ളവർ നമ്മളവരെ ചെയ്യുമ്പോൾ അവർ സഹായിക്കുന്നവരെ അന്ധന്മാർ മറ്റുള്ളവർ കാണുന്നുണ്ട്. അപ്പോൾ അവർ കൈകൂപ്പും. അന്ധന് കാണാൻ പാടില്ല, എങ്ങോട്ട് നോക്കി കൈകൂപ്പണമെന്ന് അറിയാൻ പറ്റില്ല. ആരോ സഹായിക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ എങ്ങോട്ട് നോക്കി കൈകൂപ്പണം. അപ്പോൾ നമ്മളിവിടെ നിൽക്കണമെങ്കിൽ അവർ ഇങ്ങോട്ടൊക്കെ കൈപോകും. അതാണ് അവസ്ഥ. അന്ധന്മാരെ സഹായിക്കണത് ഒരു വല്ലാത്ത സഹായമാണ്. അപ്പോൾ നമ്മൾ അന്ധനാകുമ്പോഴേ മനസ്സിലാകത്തുള്ളത്. അത്ര ദൈവത്തോട് നിങ്ങൾ നന്ദിയുള്ളവരാകണം. അല്ല മറ്റ് പല കാര്യങ്ങൾക്കും ദൈവത്തോട് മുമ്പിൽ ദൈവത്തിനെ പ്രതിയായിക്കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്തില്ല, എനിക്ക് ചെയ്തില്ല, ഞാൻ ഇന്നെവിടെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ബോളിവുഡ് നടക്കത്തില്ലേ, അതൊന്നും ശരിയല്ല. മറിച്ച് ഓരോ കാര്യങ്ങൾക്കും മറ്റുള്ളവർക്കില്ലാതെ വരുമ്പോഴായിരിക്കും നമുക്കത് ഓർത്തിട്ട് നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അപ്പം അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, തിരിച്ചു തരാൻ ഇല്ലാത്ത ആൾക്കാരെയാണ്. തിരിച്ചു തരാൻ ചിലപ്പോൾ ഒരു സ്തുതി പോലും ഉണ്ടാകത്തില്ല. അന്ധന്മാരുടെ ഗുണം അതാണ്, തിരിച്ചു തരാൻ ഒരു സ്തുതി പോലും ഉണ്ടാകാത്ത കാര്യം നമ്മളെ അവർ കാണുന്നില്ല. പക്ഷെ അവർക്ക് മെയിൻ്റനൻസ് ഇല്ലേ അവരുടെ ജീവിതത്തിന്. അപ്പോൾ അത് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ, ഒരു തണുപ്പത്താണെങ്കിൽ ഒരു പുതപ്പ് കൊടുക്കുമ്പോഴും, ഭക്ഷണം കഴിക്കാൻ കുറച്ച് പൈസ കൊടുക്കുമ്പോഴും, അല്ലെങ്കിൽ അവരെ റീഹാബിലിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവരെ കൊണ്ട് ആക്കുമ്പോഴും, അതൊക്കെ എന്താണ് അവർക്ക് തിരിച്ചു തരാൻ അവർക്കൊന്നുമില്ല. പക്ഷേ കർത്താവ് തരും. ഇങ്ങനെയാണ് ഈ സിറ്റുവേഷൻ നമ്മൾ ഫ്രൂട്ട്ഫുള്ളാക്കണത്. അതുകൊണ്ട് എപ്പോഴും ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിലാണ് അച്ഛൻ ഇതൊക്കെ സംസാരിക്കണമെന്ന് ഓർക്കണം. ദൈവത്തോട് ഉടമ്പടി ചെയ്തവർ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നല്ല അവസരങ്ങൾ ശരിക്കും പ്രയോജനപ്പെടുത്തണം. പിതാവായ ദൈവത്തിനും പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിന് ഒരു സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ നിർത്തിയതിന്. എൻ്റെ പേര് സുധീഷ്. ഞാൻ എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ വിജിഷ, പിന്നെ അമ്മ, 2 മക്കൾ, ഇത്രയും പേരാണ് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ജൂലൈ 16-ാം തീയതിയാണ്. ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് 6 ദിവസത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ലാസ്റ്റ് അമ്മയ്ക്ക് തീരെ ആരോഗ്യക്കുറവൊക്കെ ആയതിന് പേരിൽ ഒന്നും ഓപ്പറേഷൻ ചെയ്യാനൊന്നും പറ്റില്ല, തീരെ രക്തക്കുറവൊക്കെയാണ്. അപ്പോൾ കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 1 മാസം മെഡിസിൻ എടുത്തിട്ട് വരാൻ പറഞ്ഞ് വിശ്രമിക്ക്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആരോഗ്യമൊക്കെ ആവാൻ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ നമുക്ക് പരസഹായം ഇല്ലാതെ അമ്മയ്ക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധാരണക്കാരാണ്, ഞാൻ ഡ്രൈവറാണ്, എനിക്ക് വണ്ടി ഓടിക്കാൻ പോകണം, എൻ്റെ വൈഫിനും ജോലിക്ക് പോയെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ അമ്മയെ നോക്കി അമ്മക്ക് സ്വന്തം കാര്യങ്ങളിങ്ങനെ ചെയ്യാൻ പോലൊരു സാഹചര്യം ആക്കി തരണേ എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാതാവിനെക്കുറിച്ച് അറിയണത്. അങ്ങനെ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവിടെ വന്ന് ഉടമ്പടി എടുത്തോളാമെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ പിറ്റേന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരാനിരുന്നതിൻ്റെ അന്ന് രാവിലെ അമ്മ സ്വന്തമായിട്ട് തന്നെ എഴുന്നേറ്റിരുന്ന്
എനിക്ക് കുറച്ച് കഞ്ഞി താ മകളെ എന്ന് പറഞ്ഞ് അങ്ങനെ അത് തന്നെ ഒരു വലിയ അടയാളം. അവിടെ മുതൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് നല്ലൊരു വിശ്വാസമായി. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവിടെ മുതൽ അമ്മയുടെ ഈശോയുടെയും സാന്നിധ്യവും സംരക്ഷണവും എപ്പോഴും ഉണ്ട്. അതിൻ്റെ ആദ്യത്തെ സാക്ഷ്യം അത് തന്നെയാണ്. രണ്ടാമതായിട്ട് എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു. അതുകൂടാതെ കുറച്ചുകൂടി വേറൊരു വാഹനം എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെയുള്ളൊരു വണ്ടി കൊടുക്കാനുണ്ടായിരുന്നു. അത് എടുക്കണമെന്ന് മാതാവിനോട് അതിയായിട്ടൊരു ആഗ്രഹം പറഞ്ഞു. ലോൺ എടുക്കാതെ ഒരു കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അമ്മയോട് അതിയായ ആഗ്രഹമുണ്ട്. അമ്മ എങ്ങനെയെങ്കിലും ലോൺ ശരിയാക്കി ആ വണ്ടി വേണമെന്ന് അമ്മയോട് പറഞ്ഞതിന് പ്രകാരം ഒരു 4 ദിവസം കൊണ്ട് തന്നെ സൊസൈറ്റിയിൽ 6 ലക്ഷം രൂപ ലോൺ പാസ്സാക്കി അമ്മ തന്നു. അതായത് ഞാനൊരു ബുധനാഴ്ച ലോണിൻ്റെ കാര്യങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പോയി. വ്യാഴാഴ്ച എനിക്ക് ആലപ്പുഴയ്ക്കായിരുന്നു ഓട്ടം. അപ്പോൾ ഞാൻ വണ്ടി ലോഡ് കയറ്റിയിട്ട് വില്ലേജ് ഓഫീസിൽ പോയി കരമടച്ച്, എൻ്റെ കയ്യിൽ ആധാരവും കരമടച്ച രസീതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മുന്നാധാരവും. വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ അവിടെ ചെന്ന് കരമടച്ച് 32 വർഷത്തെ കുടിക്കട സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തു. ഞാൻ ആ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വില്ലേജ് ഓഫീസിൽ ടൈം കഴിഞ്ഞ് നേരെ ആലപ്പുഴ വന്ന് ലോഡിറക്കി തിരിച്ച് ഇതിലേ വരുന്ന വഴി അമ്മയുടെ അടുത്ത് കയറി എൻ്റെ കയ്യിൽ ആധാരവും മുന്നാധാരവും കരമടച്ച രസീതും ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് തുടക്കം മുതൽ ഇവിടെ എല്ലാ അമ്മയുടെ രൂപത്തിൽ നിന്ന് വന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് എത്രയും പെട്ടെന്ന് ലോൺ ശരിയാക്കി തരണം, ആ വണ്ടി എടുക്കണം. അതുപോലെ തന്നെ എൻ്റെ വീടും കിടപ്പാടവും പണയപ്പെടുത്തിയാണ് ഈ ലോൺ എടുക്കുന്നത്, എത്രയും പെട്ടെന്ന് അത് തിരിച്ചടയ്ക്കാനും എനിക്ക് സാധിക്കണമെന്ന് അമ്മയോട് പറഞ്ഞ് അതിൻ്റെ പ്രകാരം ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വില്ലേജ് ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു. സാധാരണ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപേക്ഷ മേടിച്ച് വെച്ചിട്ട് അവർ ഉടനെ തന്നെ വന്ന് വിളിക്കാറില്ല, അല്ലെങ്കിൽ നോക്കാറില്ല. വന്നേക്കാമെന്ന് പറയും, അല്ലെങ്കിൽ വിളിച്ചേക്കാമെന്ന് പറയും. ഞാനിവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവരെന്നെ വിളിച്ച് ഞങ്ങൾ വില്ലേജിൽ നിന്നാണ്, ലൊക്കേഷൻ നോക്കാൻ വരുവാണ്, വീട്ടിൽ ആളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അത് നമുക്കൊരു അടയാളമായിരുന്നു. അമ്മ അപ്പം ഉടനടി പരിഹാരം എന്ന് പറഞ്ഞാൽ അമ്മയോട് പറയണത് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അമ്മ അപ്പം തന്നെ കേൾക്കുന്നുള്ളതിനൊരു നേർ സാക്ഷ്യമാണത്. ഇവിടുന്ന് ഞാൻ ചെന്ന് അന്ന് അവർ വന്ന് സ്ഥലമൊക്കെ നോക്കിപ്പോയി. ഞാൻ അവിടെ വന്ന് ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫോണിലേക്ക് മെസ്സേജും വന്ന് 32 വർഷത്തെ കുടിക്കട സർട്ടിഫിക്കറ്റ് ഞാൻ അപേക്ഷ രാവിലെ കൊടുത്തിട്ട് പോയതാണ്. വൈകുന്നേരം ഞാൻ അവിടെ കടയിൽ വന്ന് ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് നമുക്കിടെ സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വന്നത്. അപ്പോൾ അത് രണ്ടും പെട്ടെന്ന് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ആ ഡോക്യുമെൻറ്റ്സ് കിട്ടി. ഞാൻ സെക്രട്ടറിയെ കാണാൻ പോയ എനിക്കിവിടെ നിന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു. 2 ആഴ്ച മുമ്പ് അപേക്ഷ വന്നേക്കണം, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ലോൺ എങ്ങനെ തന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇല്ലാതെ ലോൺ തരാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞ്. ഞാൻ എങ്ങനെയെങ്കിലും അമ്മയോട് സങ്കടം പറഞ്ഞു. ഞാൻ അമ്മയോട് മാത്രമേ സങ്കടം പറയാറുള്ളൂ. അതിന് പ്രകാരം അമ്മ എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ശനിയാഴ്ച 2 മണിക്കുള്ളിൽ തന്നെ എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും സമർപ്പിച്ച് അവർ ലോൺ പാസ്സാക്കി. അപ്പോൾ അന്ന് ദിവസം എന്നെ വഴക്ക് പറഞ്ഞ സെക്രട്ടറി പിറ്റേന്ന് ഇതെല്ലാം കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് തന്നെ വല്ലാത്തൊരിതായി. അതിൻ്റെ പ്രകാരം അവരെനിക്ക് വണ്ടി എടുക്കാൻ ലോൺ പാസ്സാക്കിയിട്ട് ലോൺ ഗഹാനൊക്കെ എഴുതി അവരെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യമായിട്ട് എനിക്ക് 3.5 ലക്ഷം രൂപ അവരുടെ റിസ്കിൽ എനിക്ക് തന്നു. അത് കഴിഞ്ഞ് ആണ് ഞാൻ ബാക്കി ഗോൾഡും കൂടി പണയം വെച്ച് ഞാൻ വണ്ടി പോയി എടുത്ത്. അങ്ങനെ അമ്മ തന്ന വണ്ടി ആയിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ ഞാനും എൻ്റെ വൈഫും കൂടി ഇവിടെ വന്ന് അമ്മയുടെ അടുത്താണ് ആദ്യം കൊണ്ടുവന്ന് ആ വണ്ടി കൊണ്ടുവന്ന് കാണിച്ചത്. അപ്പോൾ അത് അമ്മയോട് പറഞ്ഞിരുന്ന പോലെ തന്നെ എനിക്ക് ഇതിന് ശേഷം 5 എന്നൊരു ഡേറ്റ് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ 5 അല്ല 6. അപ്പോൾ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു 6 എന്നൊരു സംഖ്യ എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും എന്നോട് കണ്ണടച്ച് തുറക്കുമ്പോൾ ഒരു 6 എന്നൊരു സംഖ്യ കാണുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനെ സൊസൈറ്റിയിൽ പലിശയൊക്കെ കൂടുതലാണ്. 13% ലോണിന് പലിശയുണ്ട്. അപ്പോൾ ഒരുപാട് പൈസ അടച്ചിട്ട് 1 വർഷത്തിൽ കൂടുതൽ അടച്ചിട്ടും ലോൺ ഒന്നും ആവുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഗോൾഡിനൊക്കെ വില കൂടിയ സമയത്ത് വൈഫ് പറയുന്നത് നമുക്ക് കുറച്ച് ഗോൾഡ് ഉണ്ടല്ലോ കൊണ്ട് പണയം വെച്ചിട്ട് നമുക്ക് ആ ലോൺ ക്ലോസ് ചെയ്താലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അന്ന് തന്നെ പറയുമ്പോൾ എല്ലാം പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. അന്ന് തന്നെ നമ്മൾ ലോൺ കൊണ്ട് സൊസൈറ്റി കൊണ്ട് വേറെ ഒരു ബാങ്കിൽ കൊണ്ട് കേരള ബാങ്ക് കൊണ്ട് പണയം വെച്ച്. അപ്പോൾ അതിൽ 7% 9% പലിശയുള്ളൂ. അങ്ങനെ അന്ന് തന്നെ ആ ഒരു എമൗണ്ട് കിട്ടി. പിറ്റേന്ന് തന്നെ ബാങ്കിൽ കൊണ്ട് ആ ലോണിൻ്റെ എമൗണ്ട് പൂർണ്ണമായിട്ട് അടച്ച് ആ ലോൺ തീർക്കാനും സാധിച്ചു. അപ്പോൾ അമ്മയോട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് അമ്മ ആ വണ്ടി ലോൺ ശരിയാക്കി തന്നെ, അതുപോലെ തന്നെ എൻ്റെ കിടപ്പാടുമാണ് എനിക്കത് നഷ്ടപ്പെടാതെ എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞതും അതും അമ്മ ഞാൻ മറന്നുപോയെങ്കിലും അമ്മ അതെല്ലാം കേട്ട് എനിക്ക് പിറ്റേന്നാണ് മനസ്സിലായത്. 6 എന്ന സംഖ്യ മനസ്സിലായത് എനിക്ക് ഏപ്രിൽ 6 ആണ് ഞാൻ ആ ലോൺ ക്ലോസ് ചെയ്തത് കഴിഞ്ഞ മാസം.
അപ്പോൾ അത് പൂർണ്ണമായിട്ട് അമ്മ സാധിച്ചു തന്നു. പിന്നെ ചെറുതും വലുതായിട്ടുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിന് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ഒരു 80 കിലോമീറ്ററൊക്കെ വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ എനിക്ക് കാൽമുട്ടിന് ഭയങ്കരമായിട്ട് നീര് വന്ന് വേദന എടുക്കും. പിന്നെ ഒരു 10-15 മിനിറ്റ് ഞാൻ വണ്ടിയോടെ നിർത്തിയിട്ട് ബാമൊക്കെ തേച്ച് അങ്ങനെയാണ് പിന്നെ വണ്ടി ഓടിക്കാൻ സാധിക്കുള്ളായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എപ്പോഴും എൻ്റെ ഒരു വണ്ടിയിൽ ഒരു ഡപ്പയിൽ ഉപ്പും ഉണ്ടാവും, അമ്മയുടെ തൈലവും ഉണ്ടാവും. ഞാൻ ആ തൈലം എടുത്ത് വേദന വരുന്ന സമയത്ത് ഞാൻ കാൽമുട്ടിൽ ശരിക്കും കുരിശടയാളം വരച്ച് അല്ലാതെ മൊത്തം പുരട്ടി പ്രാർത്ഥിക്കും അമ്മയോട്, അമ്മ എനിക്ക് വേദന മാറ്റി തന്നെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഒരു പ്രാവശ്യം വേദന ഉണ്ടായെങ്കിലും ഞാനത് ആ നേർച്ച വസ്തു ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും ആ വേദന മാറി. പിന്നെ എനിക്ക് ഇന്ന് വരെ ഇപ്പോൾ ഒരു 10, 250, 300 കിലോമീറ്ററൊക്കെ നമ്മൾ മടുക്കുമ്പോൾ വണ്ടി നിർത്തണമല്ലോ, അല്ലാതെ എത്ര വണ്ടി ഓടിച്ചാലും എനിക്ക് ഒരു വേദനയും തോന്നാറില്ല. പിന്നെ എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരാറുണ്ട്. പല ആപത്തുകളിൽ നിന്നും, അതാർക്കാണെങ്കിലും സംഭവിക്കുന്നതാണ്, പല ആപത്തുകളിൽ നിന്നും അങ്ങനെ അമ്മ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പല അപകടങ്ങളിലും ചെന്ന് പെടുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ഞാൻ അമ്മ തട്ടി വിളിക്കണ പോലെ ഞാൻ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കാലിൻ്റെ വിരലിന് ഒരു പൊട്ടലുണ്ടായി ഇങ്ങനെ വളഞ്ഞിരിക്കുമായിരുന്നു ഒരു വശത്തേക്ക്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്ന് അന്ന് ഞാൻ ഒരു കണക്കിന് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി തിരിച്ച് എനിക്ക് വണ്ടി കാല് വയ്യാതെ ആയിട്ടും ഓടിച്ചതിന് പ്രകാരം എനിക്ക് ഭയങ്കരമായിട്ട് നീര് വെച്ച് എനിക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥയായി, ഭയങ്കര വേദന. അടുത്തൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് വിരലിന് പൊട്ടലുണ്ട്, ക്ലിപ്പിടണം, 1.5 മാസത്തേക്ക് വണ്ടി ഓടിക്കുകയും ചെയ്യരുത്, റെസ്റ്റ് വേണമെന്ന് നല്ലോണം പറഞ്ഞ്. എനിക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് റെസ്റ്റ് എടുത്തിരുന്നാൽ എൻ്റെ കുടുംബം പട്ടിണിയാവും, എനിക്ക് വണ്ടി ഓടിക്കാതെ എനിക്ക് സാധിക്കില്ല, അമ്മ എനിക്ക് വേദനയൊന്നും മാറ്റി തന്നെ, കാൽവിരൽ വളഞ്ഞിരുന്നാലും ഒന്നും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ പിറ്റേന്ന് തന്നെ എനിക്ക് ഓട്ടം ഉണ്ടായിരുന്നു. ഞാൻ ആ ക്ലിപ്പൊക്കെ ഊരി വെച്ചിട്ട് അമ്മയുടെ തൈലം പുരട്ടി ഉപ്പുമൊക്കെ കഴിച്ച് തേനുമൊക്കെ കഴിച്ച് ഞാൻ നേരെ വണ്ടിയെടുത്ത് പോയി. പിന്നെ ആ വേദന മാറിയത് എപ്പോഴാണെന്നോ കാൽവിരൽ നിവർന്നത് എപ്പോഴാണെന്നോ ഒന്നും ഞാൻ ഓർക്കണ പോലുമില്ല. അതിനെക്കുറിച്ച് ആ ഭാഗത്തേക്ക് പിന്നെ നോക്കേണ്ടി വന്നിട്ടില്ല, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. 1.5 മാസം ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോലും ഞാൻ ഇരുന്നിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് മദ്യപിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. 10-15 വർഷമൊക്കെ ആയിട്ട് ഞാൻ കുറേശ്ശെയൊക്കെ കഴിക്കുമായിരുന്നു. ഡ്രൈവർമാരാകുമ്പോഴത്തേക്കും എല്ലാവരുമൊക്കെ കഴിക്കുന്നുള്ളൊരു ഇതിൽ ഞാനും അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് ക്ഷീണിക്കുമ്പോഴത്തേക്കും നേരത്തെ ഉടമ്പടിക്ക് മുമ്പുള്ള കാര്യമാണ്. ഉടമ്പടി ആദ്യമായിട്ട് എടുത്ത് ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പൊക്കെ ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. അപ്പോൾ എന്നെ വൈഫ് വഴക്ക് പറഞ്ഞ്, എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഇങ്ങനെ പാലിക്കാൻ പറ്റില്ലെങ്കിൽ ചെയ്യണേ എന്തിനാന്നൊക്കെ വഴക്ക് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ വഴക്കിട്ട് അന്ന് രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ മനസ്സുകൊണ്ട് എന്തോ നേരെ ഉടമ്പടിയിൽ നേരാവണ്ണം നിൽക്കണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ആദ്യത്തെ ഉടമ്പടി തീർന്നായിരുന്നു. ഞാൻ അന്ന് അമ്മയുടെ അടുത്ത് വന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് വന്ന് കരഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് ഉടമ്പടി ബുക്ക് എടുത്ത് എൻ്റെ വണ്ടിയിൽ കൊണ്ടുവച്ചു. ഞാൻ പിറ്റേന്ന് എനിക്ക് ചേർത്തലയ്ക്കായിരുന്നു ഓട്ടം. ഞാൻ വീട്ടിലാരോടും പറയാതെ ഞാൻ പിറ്റേന്ന് വന്ന് ചേർത്തലയിൽ ഓട്ടം കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് കയറി. ക്ലാസ്സിലിരിക്കുമ്പോൾ ആ ഫോട്ടോ എടുത്ത് വൈഫിനിട്ട് കൊടുത്തപ്പോഴാണ് വൈഫ് പോലും അറിയണേ ആ ഉടമ്പടി പുതുക്കാൻ വന്നു എന്നുള്ളത്. ഞാൻ അന്ന് അവിടെ മുതൽ 2ാമത്തെ ഉടമ്പടി മുതൽ ഞാൻ കൃത്യമായിട്ട് ഉടമ്പടി പാലിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ കൃത്യമായിട്ട് പാലിച്ച് അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തരുന്നുണ്ട്. അതുപോലെ തന്നെ 3ാമത്തെ ഉടമ്പടിയിലൂടെ വന്നപ്പോൾ അമ്മനെ ആനയിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അമ്മേനെ എനിക്ക് എടുക്കാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ ഞാൻ എപ്പോഴും അമ്മ പറയാറുണ്ടല്ലോ, അമ്മ എല്ലാവരും പറഞ്ഞ പോലെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണമെന്ന്. അതുപോലെ പറഞ്ഞ് ഞാനും അങ്ങനെ പറഞ്ഞ് അമ്മ മെയ് 30 എൻ്റെ ബർത്ത്ഡേ, അമ്മ എനിക്ക് എന്താ അമ്മ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെന്നൊന്നും തീർത്ത് പറഞ്ഞില്ല. പക്ഷേ ഇപ്പം ഞാൻ വന്നപ്പോൾ ഓർക്കുക, ഇന്ന് 28-ാം തീയതിയാണ്, മെയ് മാസം. അമ്മയുടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ളതിൽ വലിയൊരു ഗിഫ്റ്റായിട്ടും അതിൽ പല ഒരു ഗിഫ്റ്റ് അമ്മ എന്താ എനിക്ക് തന്നത്, വേറെ പിന്നെ എൻ്റെ വൈഫിന് സ്ഥിരമായിട്ട് ഒരു ജോലിയില്ലായിരുന്നു. 6 മാസം താൽക്കാലികമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നത്. ഒരു 6 മാസത്തേക്ക് കിട്ടിയതാണത്. അങ്ങനെ 6 മാസത്തേക്കെന്ന് പറഞ്ഞാൽ കിട്ടിയത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പലയിടത്തായിട്ട് മാറി. ഒരു ദിവസം പോലും അമ്മ വീട്ടിൽ ഇരുത്താതെ ഇന്നിപ്പോൾ 4 വർഷത്തിൽ കൂടുതലായിട്ട് ഓരോ ജോലി കിട്ടുന്നുണ്ട്, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുടുംബത്തെ അമ്മ സംരക്ഷിച്ചു പോകുന്നു. എൻ്റെ അമ്മയ്ക്ക് ഇന്ന് വരെ ഇതാണ് എൻ്റെ അമ്മയ്ക്ക് തീരെ ആരോഗ്യക്കുറവാണ്, രക്തമില്ല, അങ്ങനെ അധികം ഭക്ഷണമൊന്നും കഴിക്കില്ല, മത്സ്യവും മാംസമൊന്നും അമ്മ കൂട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ് കുറേശ്ശെയൊക്കെ ചെറു മത്സ്യങ്ങൾ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇപ്പം അമ്മ അത്യാവശ്യം മത്സ്യമൊക്കെ കൂട്ടും ചെറുതായിട്ടും ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു അസുഖങ്ങളുമില്ല, ഒരു ഗുളിക പോലും കഴിക്കുന്നില്ല. ഒരു ഗുളിക പോലും കഴിക്കാതെ അമ്മ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ 2 മക്കളെ വീട്ടിലാക്കിയിട്ട് എവിടെ വേണമെങ്കിലും പോകാമല്ലോ, വീട്ടിൽ അമ്മയുടെ കൂടെ ആക്കിയെന്ന് പറയാമല്ലോ.
അച്ഛനും ഉണ്ട് വീട്ടിൽ. അച്ഛനും പ്രായമായ ആളാണ്, എന്നാലും അസുഖങ്ങളൊന്നുമില്ലാതെ എല്ലാ ദിവസവും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിൽ, ഞാൻ ഓട്ടത്തിലാണെങ്കിൽ ഞാൻ വണ്ടിയിൽ പ്രാർത്ഥിക്കും, ഇവർ രണ്ടുപേരും വീട്ടിൽ തിരി കത്തിച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം തൈലം കൊണ്ടുപോയി അച്ഛനും അമ്മയ്ക്കും ഒക്കെ കുരിശ് വരയ്ക്ക്, എല്ലാവരും കുരിശ് വരച്ച് രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദിവസം തുടങ്ങുന്ന തന്നെ 5:30 പ്രാർത്ഥന കഴിഞ്ഞിട്ട് അല്പം ഉപ്പും തേനും കഴിക്കും, തൈലം തൊട്ട് പ്രാർത്ഥിച്ച്. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. ഞാനിപ്പോൾ ഒരു 1.5 വർഷമായിട്ട്, ഒരു 1.5 വർഷത്തിൽ 2 വർഷത്തോളം അടുത്താവാറുണ്ട്. ഞാനൊരു മദ്യപിക്കാനുള്ളൊരു തോന്നലോ അങ്ങനെ ഒരു തുള്ളി ഒരു ബിയർ പോലും കുടിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. പല അവസരങ്ങളിലും പല കൂട്ടുകാരും പറയാറുണ്ട് ഒരു ഗ്ലാസ് ഒരു ബിയറെങ്കിലും കഴിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് ഇന്ന് വരെ കഴിക്കാൻ തോന്നിയിട്ടില്ല. അങ്ങനെ അതിൽ നിന്ന് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അമ്മ ആ മദ്യപാനത്തിൽ നിന്നും മാറ്റുന്നത്. പൂർണ്ണമായിട്ടുള്ള ഒരു കുടിയല്ല, എങ്കിലും വല്ലപ്പോഴും കഴിക്കുമ്പോഴത്തേക്കും നല്ലോണം കഴിക്കുമായിരുന്നു. ഞാൻ കഴിക്കണ കാര്യം പുറത്തു പോലും അറിയത്തില്ല, എന്നുവെച്ചാൽ മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിരുന്ന കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 1.5 വർഷത്തിലേറെയായി ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് തന്ന ഒരു അസുഖം, എന്തെങ്കിലും ഒരു പാരസെറ്റമോൾ, ഒരു ജലദോഷം വന്ന ഒരു സിട്രിസിൻ പോലും കഴിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഒരു പാരസെറ്റമോൾ, ഒരു മരുന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അമ്മയുടെ ഉടമ്പടി വസ്തുക്കളല്ലാതെ. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഇടയ്ക്കിടയ്ക്ക് പല്ലുവേദന ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും മെഫ്താൾ സ്പാസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വേദനാ സംഹാരിയാണ് അത് കഴിച്ച് എനിക്ക് മാറാറുള്ളൂ. ഇപ്പം അങ്ങനെ അതൊന്നും കഴിക്കേണ്ടിയേ വന്നിട്ടില്ല. പിന്നെ ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും അമ്മയുടെ ഈശോയുടെയും കൈപിടിച്ച് ഉടമ്പടി ജീവിക്കുവാനാണ് എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹം. എൻ്റെ മോൾക്ക് +1 എക്സാമിന് മോൾക്ക് മാർക്ക് കുറവാകുന്ന 2 വിഷയങ്ങൾക്ക് പരീക്ഷ എഴുതിയിട്ട് 2 വിഷയങ്ങൾക്ക് തോറ്റുപോയി. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം സെക്കൻഡ് ഇയറിൽ ആ വിഷയം കൂടി എഴുതിയെടുക്കണമെന്നുണ്ടായിരുന്നു. അത് എഴുതിയെടുത്തപ്പോഴത്തേക്ക് സെക്കൻഡ് ഇയർ എഴുതിയപ്പോഴും 2 വിഷയത്തിൽ 1 വിഷയം കിട്ടിയില്ല. പഠിക്കാൻ ഇത്തിരി പുറകോട്ടായിരുന്നു ഇടക്കാലം കൊണ്ട്, അങ്ങനെ പുറകോട്ടായി പോയി. അപ്പോൾ അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സെക്കൻഡ് ഇയർ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്ദനേനെ കുറച്ചുകൂടി നമ്മൾ നോക്കിയില്ലെങ്കിൽ കെയർ ചെയ്തില്ലെങ്കിൽ അവൾ ചിലപ്പോൾ ജയിക്കുമല്ലോ കേട്ടോ എന്ന് പറഞ്ഞൊരവസ്ഥയിൽ നിന്ന് അമ്മ പൂർണ്ണമായിട്ടും മോളെ വിജയിപ്പിച്ചു. എല്ലാ വിഷയങ്ങൾക്കും വിജയിപ്പിച്ചു. അമ്മ +2 പരീക്ഷ പാസ്സാക്കി തന്നു. അതിനെ ഒരുപാട് നന്ദി പറയുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട്. എൻ്റെ പേര് വിജീഷ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഡിസംബറിലാണ്. ഞാൻ ചേട്ടൻ്റെ മദ്യപാനത്തെ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മ പൂർണ്ണമായി നിർത്തിത്തന്ന് എന്നെ സംരക്ഷിച്ചു. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നൽകി. പിന്നെ എൻ്റെ മോൾക്ക് ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അമ്മ മാറ്റിത്തന്നു. +2 +1 പരീക്ഷയ്ക്ക് അവൾ 2 വിഷയത്തിന് പോയായിരുന്നു. അത് അവൾക്ക് നല്ല വിജയം നൽകി, അവളെ അനുഗ്രഹിച്ചു. പിന്നെ ഇളയ മോൾക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. അത് അമ്മ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി നൽകി. പിന്നെ അവൾക്ക് എപ്പോഴും വയറുവേദനയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോ ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി ചെന്നപ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നും വയറുവേദനയാണ്. അതിൽ നിന്നും അവൾ പൂർണ്ണമായിട്ടും അവളെ അമ്മ സംരക്ഷിച്ചു. പിന്നെ ഞാനിവിടെ വരുമ്പോൾ അമ്മയുടെ ഓരോ പ്രാവശ്യം തെളിവ് ചോദിക്കാറുണ്ട്, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിന്. അങ്ങനെ ഞങ്ങളൊരു തവണ ഇവിടെ പെസഹാവ്യാഴത്തിന് വന്നപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, അമ്മ എന്നെ നോക്കുന്നില്ലല്ലോ ഏട്ടാ, അമ്മ എൻ്റെ കൂടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞ്, അമ്മ ഇവക്ക് പോണതിന് മുമ്പ് എന്തെങ്കിലും ഒരു തെളിവ് കൊടുക്കണം കേട്ടോ എന്ന്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അമ്മ മാതാവിൻ്റെ അടുത്തിട്ട് നോക്കുമ്പോൾ അവിടെ കുറച്ച് പേര് കൂടി നിൽക്കുന്നു. ഞങ്ങൾ ഓടി എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു, അച്ഛൻ പുറത്തേട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് അനുഗ്രഹം മേടിക്കണമെങ്കിൽ ഇങ്ങനെ നീങ്ങി നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്കും ചേട്ടനും അച്ഛൻ്റെ അനുഗ്രഹം അന്ന് കിട്ടി. പിന്നെ ഞാൻ 9ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞ്, ഇന്ന് പോകുന്നതിന് മുമ്പ് എനിക്കൊരു തെളിവ് നൽകണം. അങ്ങനെ പറഞ്ഞ് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ എൻ്റെ പുറകിൽ വന്ന് നിൽക്കണം. അപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ അവിടെ ഇരുന്നോ, എഴുന്നേൽക്കണ്ട. എൻ്റെ തിരക്കും വെപ്രാളം കണ്ടപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മേളിൽ ഉടമ്പടി പുതുക്കാനുണ്ടായിരുന്ന എല്ലാവരും ചാടി എഴുന്നേറ്റ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, എല്ലാവരും അവിടെ ഇരുന്നോ മക്കളെ, തിരക്ക് കൂട്ടണ്ട, ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന
അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്ന ഇവിടുന്ന് എല്ലാ മാസവും എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഓട്ടം ഈ ഭാഗത്തേക്ക് കിട്ടാറുണ്ട്. എല്ലാ മാസവും വന്നിട്ട് അമ്മയുടെ പത്രം വാങ്ങിക്കൊണ്ട് പോകും. വാങ്ങിക്കൊണ്ട് പോയിട്ട് ഞാൻ വൈഫിന് കൊടുക്കും. എൻ്റെ അടുത്ത് ഞാൻ വണ്ടിയിലും വെക്കും. ഞാനിങ്ങനെ ഓരോ അകലങ്ങളിലേക്കൊക്കെ ഓട്ടം പോകുമ്പോഴത്തേക്കും ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഓട്ടോ ഡ്രൈവർമാർക്ക് കൊടുക്കാറുണ്ട്. അവരോട് പറയും, ഇരുന്ന് പറഞ്ഞ് സംസാരിച്ചവരെ കൊടുക്കുള്ളൂ. കൃപാസന മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ചിലർ അറിയില്ല. അപ്പോൾ ഞാൻ അവരോട് കൃത്യമായിട്ട് പറയും. എന്നിട്ട് ഞാൻ പറയും, ചേട്ടാ ഓട്ടോയിൽ വെച്ച് വന്നിട്ട് ഇത് വായിക്കണം, സമയം കിട്ടുമ്പോൾ വായിക്കണം. ഞാനും ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളിൽ തരുന്നത്. എന്നിട്ട് ഇതുപോലെ കളയാതെ നമ്മുടെ വണ്ടിയിൽ കയറുന്ന ഏതെങ്കിലും പാവപ്പെട്ട ഒരാൾക്ക് ഇത് ചേട്ടൻ പത്രം വായിച്ചിട്ട് അവർക്ക് കൈമാറണം, അവർക്കും കൊടുക്കണം. അങ്ങനെ പറഞ്ഞാണ് അവർക്ക് കൊടുക്കാറ്. പിന്നെ സാധാരണ ചെറിയ ചെറിയ വീടുകളുള്ളിടത്തൊക്കെ ഞാൻ കണ്ട് വണ്ടി നിർത്തി അവിടെ ആ വീടുകൾ ഒരു ഏരിയ ഒക്കെ ചില കോളനി പോലത്തുള്ള ഏരിയയിലൊക്കെ കയറി ഇടുക്കി ചെറുതോണി ടൗണിലൊക്കെ കടകൾ ഒക്കെ കയറി ഇറങ്ങി നടന്ന് ഞാൻ പത്രം എല്ലാവരോടും പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ. ആരോടും ഒരു പത്രം മേടിക്കാവോ അങ്ങനെ ആർക്കും നിർബന്ധിച്ച് കൊടുക്കാറില്ല. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പത്രം എനിക്ക് തികയാതെ വരാറേ ഉള്ളൂ. ഓരോ എടുത്ത് കോളനികളൊക്കെ ആണെങ്കിലും വീടുകൾ കയറി അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം കട്ടപ്പനയിൽ നിന്ന് തിരിച്ച് ഞാൻ വാഗമൺ റൂട്ടിൽ വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഒരമ്മ ഒരു മുറ്റത്ത് നിന്ന് നിരങ്ങി പുല്ല് പറിക്കണം. അപ്പോൾ ആ അമ്മേൻ്റെ അടുത്ത് ഞങ്ങൾക്ക് എന്തോ അവിടെ നിർത്താൻ തോന്നി. അങ്ങനെ അവിടെ കയറിയപ്പോൾ അമ്മക്ക് തീരെ വയ്യാതാണ്. അപ്പോൾ അമ്മ കൃപാസന മാതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മയുടെ ഈ പത്രം കൊടുത്ത് ശരിക്കും പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ 2-3 പ്രാവശ്യം ഞാൻ പോയപ്പോൾ അതിൽ സാമ്പത്തികമായിട്ട് സഹായം കൊടുത്തു. ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോഴത്തേക്കും പലചരക്ക് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു. അന്ന് അമ്മയുടെ ഒരു ഫോട്ടോ കൊണ്ട് കൊടുത്തു. ഇവിടുന്ന് വാങ്ങിയൊരു ഫോട്ടോ, കാശ് രൂപം, പിന്നെ ഒരു പത്രം, ജപമാല, കൊന്ത ഇതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് പ്രാർത്ഥിച്ച്. അപ്പോൾ ആ അമ്മയും മകനും മാത്രമേ വീട്ടിലുള്ളൂ. അവരുടെ മകൻ്റെ മകന് സുഖമില്ല വന്നപ്പോഴത്തേക്കും ഭാര്യ മക്കളെയായിട്ട് പിണങ്ങിപ്പോയെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ആദ്യം പോയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. 2ാമതും 3ാമതും പോയി 4ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ അമ്മേനോട് പറഞ്ഞ്, മോനെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ പിണങ്ങിപ്പോയ മകള് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനും പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ, അമ്മ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ഫലം ഉണ്ടാവും. അപ്പോൾ അമ്മ 4ാമത് ചെന്നപ്പോഴത്തേക്ക് അവിടെ അടുത്തുള്ളൊരു ചേച്ചി അവർ കട്ടപ്പനയിൽ നിന്ന് വണ്ടി എടുത്ത് പോകുമ്പോഴത്തേക്കും ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ ഭയങ്കര സന്തോഷത്തിലിരിക്കും. ഇവിടെ എന്തെങ്കിലും അവർ ആ അമ്മയ്ക്ക് ഇവിടെ എത്തിപ്പെടാൻ സാധിക്കുമെന്ന് ആ അമ്മയുടെ കുടുംബത്തെയും യേശു തൊടുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഒരുപാട് പേർക്ക് രോഗസൗഖ്യം ഞാൻ പറഞ്ഞതിൽ പ്രകാരം പ്രാർത്ഥിച്ചിട്ട് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ ഉടമ്പടി വന്ന് എടുത്തിട്ടുണ്ട്. ഞാനും അടുത്തുള്ളൊരു ചേച്ചിയായിട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മെയ് 1-ാം തീയതി പുതുക്കാൻ വന്നപ്പോൾ 23 പേര് ഒരു വണ്ടി എടുത്ത് അത്രയും പേരെ ഇവിടെ കൊണ്ടുവന്നു. അവരൊക്കെ അന്ന് സാക്ഷി എഴുതി കൊടുത്തു. അന്ന് സാക്ഷ്യം പറയാൻ എല്ലാവരുടെയും കൂടെ സൗകര്യമായ കാരണം അന്ന് പറയാതെ പോയത്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ കാരുണ്യപ്രവൃത്തികൾ ഈ പറഞ്ഞല്ലോ, നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന സുഖമില്ലാത്ത റിയലി ആയിട്ടുള്ളവർക്കെല്ലാം അങ്ങനെ കഴിയുന്ന സഹായം കൊടുക്കാറുണ്ട്. സുഖമില്ലാത്ത വീടുകൾ സന്ദർശിച്ച് അവർക്ക് സാമ്പത്തികമായിട്ട് തന്നെ നമ്മളെ കൊണ്ട് കിട്ടുന്ന ഉള്ള പോലുള്ള സഹായങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു വൃദ്ധമന്ദിരം അവിടെ സന്ദർശിച്ച് വൈഫും മോളും കൂടി അവിടെ അവർ കുറച്ച് പേരെ പോയി കുളിപ്പിക്കാൻ സഹായിച്ച് ഞാനപ്പോൾ അവിടെ ഒക്കെ വൃത്തിയാക്കും, ടോയ്ലറ്റും ഒക്കെ കഴുകാനും ഒക്കെ കൂടി അങ്ങനെ ഒക്കെ പ്രേക്ഷിത പേരുകളും കാരുണ്യപ്രവൃത്തികളും അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ 1-ാം തീയതി ഞങ്ങളെല്ലാവരും വന്ന കൂട്ടത്തിൽ എൻ്റെ മോളും ഇപ്പോൾ ഉടമ്പടി എടുത്തേക്കാണ്. അവളും ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം അമ്മ ഇപ്പോൾ ഒരുപാട് തെളിവുകൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ മെഴുകുതിരിയിലൊക്കെ ധാരാളം പ്രാവശ്യം അമ്മ തിരുഹൃദയമായിട്ടും അമ്മയായിട്ടും ഈശോയായിട്ടും റോസാപ്പൂവായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ ഒക്കെ ഉണ്ട്. അമ്മ ഈശോയും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ജീവിതകാലം മുഴുവൻ അമ്മയുടെയും ഈശോയുടെയും കൈപിടിച്ച് ഉടമ്പടി ജീവിക്കുവാനാണ് എൻ്റെ ആഗ്രഹം. ഇതോടെ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി. അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. സങ്കീർത്തനം 18:35 വചനമാണ്. സുധീഷ് എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിലും ഈശോയുടെയും അമ്മയുടെയും വലിയ ഒരു സംരക്ഷണത്തിൻ്റെയും ഈശോയുടെ ആ വലത് കൈയുടെ താങ്ങി നിർത്തിയ ദൈവത്തിൻ്റെ ആ വാത്സല്യം അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ ദൈവസാക്ഷ്യമാണ് ഇന്ന് നമ്മളോട് പങ്കുവച്ചത്. ഈ മകൻ പറഞ്ഞതുപോലെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അമ്മയോട് ചോദിച്ചത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ എന്നായിരുന്നു. അത് ഒരു ഗിഫ്റ്റാണ് ചോദിച്ചത്. പക്ഷെങ്കിൽ അമ്മ നല്ലൊരു ഗിഫ്റ്റാണ് തന്നത്.
എൻ്റെ ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ അമ്മയുടെ ഒരു ഗിഫ്റ്റായിട്ടാണ് സുധീഷ് കണക്കാക്കുന്നത്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കുടുംബമായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ സാധിച്ചത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് സുധീഷ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അവിടുത്തെ വാത്സല്യം നമ്മെ വലിയവനാക്കുന്നു. ഉടമ്പടിയിൽ നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ടാണ് നാം ഉയരുന്നത്. ദൈവം നമ്മെ മാറ്റി രൂപാന്തരപ്പെടുത്തി ഒരു വിശുദ്ധിയിൽ, ഒരു ആത്മീയ ജീവിതത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. കൃപാസനം ആത്മീയത നമ്മെ വിനയത്തിലേക്കും വിശ്വാസത്തിലേക്കും പരിശുദ്ധിയിലേക്കുമാണ് നമ്മെ വളർത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ കർത്താവെ എൻ്റെ പരിചയമാകണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. തളരുമ്പോൾ ദൈവമേ അവിടുത്തെ എൻ്റെ വലതുകൈ കൊണ്ട് എന്നെ താങ്ങണമേ എന്നും വിജയത്തിൽ എല്ലാം അവിടുത്തെ കൃപയാണെന്ന് പറയുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. സുധീഷിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തേനെ, എന്നെ ഈ സന്നിധിയിൽ ഉയർത്തിയ ഞാൻ കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഷീബ ആൻഡ്രു. ഞാൻ തോപ്പുംപടി സെൻറ്റ് മൈക്കിൾസ് ഇടവക അംഗമാണ്. എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 17/10/2022 അതെനിക്ക് ശരീരം മൊത്തം ജോയിൻറ്റ് പെയിനും വേദനയുമായി ഒട്ടും തന്നെ അനങ്ങാനും വയ്യാതെയും സ്ഥിരം മരുന്ന് കഴിച്ചും ഹോമിയോ, ആയുർവേദം, ഇംഗ്ലീഷ് ഇങ്ങനെ മാറി മാറി ഓരോ ദിവസം കഴിക്കും. ഹോമിയോ മരുന്ന് എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. അത് ഒരു കുറവുണ്ടാവില്ല. അത് ഇന്ന് തീർന്ന അന്ന് തന്നെ പിറ്റേ ദിവസം രാവിലെ പോയി പിന്നെയും മരുന്ന് വാങ്ങിക്കും. ഇങ്ങനെ വർഷങ്ങളായി 36 വർഷത്തോളം ഞാൻ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണേണ്. 36 വർഷം ജോയിൻറ്റ് പെയിനായിട്ട് 36 വർഷമായി ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു അയൽക്കൂട്ടത്തിൽ പെണ്ണുങ്ങളെല്ലാവരും കൂടി കൂടിയിരിക്കുന്ന സമയത്ത് ഈ വിഷമവും പ്രയാസമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞാൽ താൻ പോയി ഉടമ്പടി എടുക്കണോ, അപ്പോൾ തനിക്ക് അതിൻ്റെ മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് എടുക്കണത്. ശരിക്കും അതെന്താണെന്ന് പോലും അറിയാതെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് കുമ്പസാരിക്കണമെന്നുള്ളത് അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. കേട്ട പാടെ കേൾക്കാത്ത പാടെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ വെളുപ്പിനെ വണ്ടിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ എനിക്ക് എന്തോ ഒരു അനുഭവം എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് കയറുമ്പോഴും ആ ഒരു അമ്മയുടെ ഒരു പ്രസൻസ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, സ്മെല്ലും കിട്ടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാനെന്ന ഉടമ്പടിയിൽ എൻ്റെ അസുഖം വെച്ചിട്ടുമില്ല. ഞാൻ വെച്ചിരിക്കുന്നത് വേറെ കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. വഴിയില്ല, എനിക്ക് വെള്ളമില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എൻ്റെ അസുഖം എനിക്ക് ഉണ്ടെങ്കിലും ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എൻ്റെ അസുഖമാണ് മാതാവ് ആദ്യമായിട്ട് എനിക്ക് മാറ്റിത്തരുന്നത്. ഞാനപ്പോൾ അന്ന് തുടങ്ങി ഇവിടുത്തെ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. രാവിലെ തന്നെ ഉറക്കുണർന്ന് എണീക്കുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന, അന്നേരം അച്ഛൻ്റെ പ്രാർത്ഥനയല്ല, നമ്മുടെ ബുക്കിലുള്ള പ്രാർത്ഥനയാണ് ആ ടൈമിൽ 22-ൽ. അപ്പം ഞാൻ അത് പ്രാർത്ഥിച്ച ശേഷം 5:30 പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളുപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഞാൻ കഴിക്കുമായിരുന്നു ഡെയിലി. അതിനുശേഷം ആ എണ്ണയും ശരീരം മൊത്തം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്ലസ് ചെയ്ത് പെരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായി ആദ്യത്തെ ഉടമ്പടി തീരുന്നതിന് മുൻപായിട്ട് തന്നെ എൻ്റെ വേദനകളെല്ലാം മാറി. ഞാനിവിടെ പിന്നെ വരുമ്പോൾ എനിക്ക് ജോയിൻറ്റ് പെയിനേ ഇല്ല, മരുന്നില്ല, എൻ്റെ ബാഗിൽ മരുന്നില്ലാണ്ടായി. അങ്ങനെയാണ് ഞാനിവിടെ വന്നാൽ പിന്നത്തെ ഉടമ്പടി പുതുക്കാൻ വന്ന. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ 80 വർഷം അപ്പച്ചൻ്റെയൊക്കെ ഹസ്ബൻഡിൻ്റെ അപ്പൻ്റെയൊക്കെ കാലം മുതൽ നടന്നിരുന്ന ഒരു വഴിയാണ് ഞങ്ങൾക്ക്. ആ വഴി ഞങ്ങൾ ഗവൺമെൻറ് വഴി ഇപ്പോൾ എല്ലാവർക്കും വാട്ടർ വെള്ളം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരു വീടിൻ്റെ ഉമ്മറത്തൂടി കയറി വേണം റോഡിലേക്ക് പോകാൻ. അപ്പം അവരുടെ വാതിക്കൽ കൂടി എപ്പോഴും പോകുന്നത് കാരണം അവരോട് ചോദിക്കണമല്ലോ പൈപ്പ് കണക്ഷൻ എടുക്കട്ടെ എന്ന്. അപ്പോൾ അങ്ങനെ ചോദിച്ച് പൈപ്പ് കണക്ഷൻ എടുക്കട്ടെ എന്നൊന്ന് ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇതേ കൂടി വഴിയില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അറിയണത്. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവരുമാണ്, എല്ലാം കൊണ്ടും സഹായികളുമാണ്, ഭയങ്കര ഒരു കൂടിപ്പറപ്പങ്ങളായിട്ട് ജീവിക്കണേണ് ആ കോമ്പൗണ്ടിൽ. എന്നാൽ അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇതുവഴി വഴിയില്ലെന്ന് കേട്ടോടുകൂടെ സകല പിടിയും വിട്ട് ഞങ്ങളുടെ എല്ലാവർക്കും പ്രയാസമായി.
ഞങ്ങളുടെ കൂടെ തന്നെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠന് ഒരു കോമ്പൗണ്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് 2 വീട്ടുകാർക്കും ഈ ഒരു വീട് കയറി വേണം, വഴി മുറ്റത്തൂടി കയറി വേണം റോട്ടിലേക്ക് കയറാൻ. അപ്പോൾ അവർ സമ്മതിക്കാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് 2 വീട്ടുകാർക്കും വെള്ളം കിട്ടാത്ത അവസ്ഥയും, വെള്ളവുമില്ല വഴിയുമില്ലെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവരുടേതായ ചേട്ടന്മാരുടെ അടുത്തും അവരുടെ അളിയന്മാരുടെ അടുത്തും സ്വന്തക്കാരുടെ അടുത്തൊക്കെ ഞങ്ങൾ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ വഴിയൊന്ന് വാങ്ങിച്ചു തരണം, ഇങ്ങനെ പൈപ്പ് കണക്ഷൻ ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്നുണ്ടല്ല ഫ്രീ ആയിട്ട്, അപ്പം ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവർ മൂത്താങ്ങള പറഞ്ഞ് ഞാൻ ഇടപെട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം. ദുഃഖാഴ്ചയായിരുന്നു, ഒരു ദുഃഖാഴ്ചയാണ് ഞങ്ങൾ അവിടെ ചെന്ന് പറയണം, നോൻപ് പിടിക്കാൻ പോകണം മാർച്ചിൽ. പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അത് നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് അത് റെഡിയാക്കി തരാം, ഞാനൊരു മനോഗുണപ്രവൃത്തിയാണല്ലോ ഈ സമയത്ത് ചെയ്യാൻ പോണേന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഞങ്ങളോട് ഇങ്ങനെ തമാശയും പറഞ്ഞ് വിട്ട്. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ചേട്ടനെ വിളിച്ചിട്ടും പറഞ്ഞു, അളിയ അത് ശരിയാവില്ല കേട്ടോ, അവരത് ചെയ്തത് തരികയില്ലെന്നാണ് പറയണം, വഴി നിങ്ങൾക്ക് തരികയില്ലെന്നാണ് പറയണം, നിങ്ങൾ ഇനി നിയമത്തിൻ്റെ വഴി കൂടി പോയിക്കോന്ന് പറയും. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 വീട്ടക്കാരും കൂടി പൈസ ഇട്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അവർക്കപ്പോൾ ഒരു പ്രത്യേക വൈരാഗ്യമായി, ഇത് കേസ് കൊടുത്തെന്നുള്ളൊരു വൈരാഗ്യമായി. ഞങ്ങൾ വേറെ ഒന്നും വെച്ചല്ല, ഞങ്ങൾക്ക് വഴി വേണമല്ല, ജീവിതകാലം മുഴുക്ക വഴിയും വേണം വെള്ളവും വേണം, ഇത് രണ്ടും തരൂലെന്ന് പറഞ്ഞപ്പോൾ വേറെ വഴി മാർഗ്ഗമില്ലാതെ വന്നതിൻ്റെ പേരിലാണ് കേസ് കൊടുത്തത്. അങ്ങനെ വന്നപ്പോൾ അതൊരു വൈരാഗ്യമായി. പിന്നെ അവർ കൊണ്ടുവന്നിടാത്ത അഴുക്കൊന്നുമില്ല മുറ്റത്ത്, ഞങ്ങളുടെ വീടിൻ്റെ ഒരു മതിലിൻ്റെ അപ്പുറത്താണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി, നിറയെ അഴുക്കും പിന്നെ ചെമിത്തല ചീഞ്ഞതും അങ്ങനെയുള്ള വേസ്റ്റായിട്ടുള്ള എല്ലാം കൊണ്ടുവന്ന് അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്കും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ആ കാര്യം. ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 7ാമത്തെ പുതുക്ക് വരെ എനിക്ക് കാര്യമൊന്നും നടന്നില്ലായിരുന്നു. 7ാമത്തെ പുതുക്കം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രാവിലെ നോക്കുമ്പോഴുണ്ട് അവിടുത്തെ ഇളയ മരുമകൾ വന്നിട്ടും തെങ്ങ് വെട്ടണം. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്ടി നിങ്ങൾ തെങ്ങ് വെട്ടണം, എന്താണ്ടി കാലത്തേന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പോണേണ്, ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഈ വീട് പുതുക്കി വെക്കാൻ പോകണം, നിങ്ങൾക്ക് വഴിയും തരാൻ പോകണമെന്ന് പറഞ്ഞു. ഞാനിത് കേട്ട മാത്രമേ എന്നെ ഓടിച്ചെന്നിട്ട് എൻ്റെ അമ്മേനെ ഞാൻ കെട്ടിപ്പിടിച്ച, അമ്മ എനിക്ക് ഇത്രയും നന്ദി, അമ്മ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് ഞാൻ കോടാനുകോടി നന്ദി. അപ്പോൾ അതിക്ക് മുമ്പ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് സന്ധ്യക്കും വെളുപ്പിനും 5:30 മണി വെളുപ്പിനത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ആ പച്ചത്തിരിയും നീലത്തി കൊണ്ടുപോയി ഞാൻ ആ വഴിയിൽ വെക്കും. വെച്ചിട്ട് ഞാൻ അങ്ങാടി ഇങ്ങോട്ട് നടന്ന് വിശ്വാസ പ്രമാണം ചെല്ലുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതാരും തന്നെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, എനിക്കും എൻ്റെ മാതാവിനും മാത്രം അറിയൂ. അങ്ങനെ ഞാൻ ഡെയിലി ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒരു ഫലവും കൂടിയാണ് അമ്മ മാതാവിനെ സഹായിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവർ വന്നിട്ട് പഴയ ഒരു തറവാടായിരുന്നു, അത് പൊളിച്ച് അതിൻ്റെ അരികിൽ കൂടി ഞങ്ങൾക്ക് വഴിയും തന്ന് ഇപ്പം ഞങ്ങൾ വെള്ളവും എടുത്ത് അവിടുന്ന് എല്ലാവരും തിരിച്ച് വേണം വെള്ളം എടുക്കാനായിട്ട് മോട്ടർ അടിച്ച് വേണം. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് തിരിച്ചാൽ കിട്ടുന്ന രീതിയിൽ ഇപ്പം ഞങ്ങൾ 2 വീട്ടക്കാർക്കും പൈപ്പ് കണക്ഷനും എടുക്കാൻ സാധിച്ചു. അമ്മ മാതാവ് ഈശോയും എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. 2ാമത് എനിക്ക് എൻ്റെ വലത്ത് ബ്രസ്റ്റിലൊരു തടിപ്പുണ്ടായിരുന്നു. അത് എനിക്ക് പേടിയായിട്ട് ഡോക്ടറെ കാണിക്കാതെ വെച്ചുകൊണ്ട് നടന്ന് ഒരുവിധം വളർന്നു. അപ്പോഴത്തേക്കും വീടിൻ്റെ വാതിക്കലോട്ട് അവിടുത്തെ ഒരു പെങ്കൊച്ച് തിരക്കി വരികയാണ് ആശാ വർക്കർ. ചേച്ചി, ഞാൻ അവിടെ പേര് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഇവിടെ ആർക്കെങ്കിലും വല്ല ബ്രസ്റ്റിലുള്ള തടിപ്പോ മുഴയോ എന്തെങ്കിലും ആയിട്ട് ആരെങ്കിലും ഈ പരിസരത്തുള്ള ചേച്ചിക്ക് അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു കൊച്ച് എനിക്കുണ്ട് ഇത്, വേറെ ആരുടെയൊന്നും എനിക്കറിയില്ല, എനിക്ക് ശരിക്കും എൻ്റെ ബ്രസ്റ്റിലൊരു തടിപ്പുണ്ട്, അത് ഞാൻ പേടിയായിട്ട് വെച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. എന്തിനാ ചേച്ചി പേടിക്കണത്, അതൊന്നും എടുത്ത് കളയണ്ടേ, വെച്ചുകൊണ്ട് വലുതാക്കണേ എന്തിനാണ്, നാളെ ഇങ്ങനെ കമ്മ്യൂണിറ്റി ഹാളിൽ വരണുണ്ട് ആൾക്കാർ, ഡോക്ടർ എറണാകുളം ആസ്പത്രിയിൽ നിന്ന്, ചേച്ചി ഒന്ന് അവിടം വരെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അവർ പിന്നെ തുടരെ വിളിച്ചുകൊണ്ടിരിക്കണേ, ഞാൻ ചെല്ലൂല്ല എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം തന്നെ ഞാനും ഹസ്ബൻഡും കൂടി അവിടെ ചെന്ന് ഡോക്ടർ അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എറണാകുളം ഹോസ്പിറ്റലിൽ. ഡോക്ടർ പരിശോധിച്ചപ്പോൾ മുഴ ഒരുവിധം മുഴുത്തതാണ്. അപ്പോൾ അവരത് കണ്ടപ്പോൾ ഇത് വെച്ചുകൊണ്ട് ചേച്ചി ഇത് നടക്കണേ എന്താണെന്ന് ചോദിച്ചാൽ അവൻ എനിക്ക് പേടിയായിട്ടാർന്ന് കാണിക്കാനെന്ന് പറഞ്ഞു. എന്തിനു പേടിക്കണം, നാളെ എറണാകുളം ആസ്പത്രിയിലായിട്ട് വാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് അവിടുത്തെ മെയിൻ ഡോക്ടർ വന്ന് പരിശോധിച്ച് അവർ കലൂർ ക്യാൻസർ സെൻ്ററിലോട്ട് വിട്ടു, അവർക്ക് സംശയം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ്
പരിശോധിച്ച് നോക്കുമ്പോൾ അപ്പോൾ പോകുമ്പോഴൊക്കെ ഞാൻ അമ്മ മാതാവിൻ്റെ ഉപ്പും വിശുദ്ധ തൈലം ഉപയോഗിച്ചിട്ടാണ് ഞാൻ കഴിക്കുകയും ചെയ്തു. എണ്ണ പെരട്ടിക്കൊണ്ടാണ് ഞാൻ ഡെയിലി നടക്കണത്. ഇത് കണ്ടെന്ന് തുടങ്ങി ഞാൻ ഇത് പെരട്ടുന്നുമുണ്ട്, തൈലം പെരട്ടുന്നുമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപ്പ് കഴിക്കുന്നുമുണ്ട്. എന്നിട്ടാണ് ഞാനിപ്പോൾ പോയത് ടെസ്റ്റിന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് ക്യാൻസറാണെന്ന് തന്നെ സ്ഥിരീകരിച്ച്. സകല വിഷമതയും പ്രയാസത്തോടുകൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉടമ്പടി അപ്പോഴും ഞാൻ വിട്ടിട്ടില്ല. പ്രാർത്ഥനയും കറക്റ്റായിട്ട് മാസം ഞാനിവിടെ വന്ന് 3 കെട്ട് പത്രം വാങ്ങിച്ച് അതും വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. മാതാവിൽ ഭയങ്കര വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കാം, മാതാവ് നോക്കിക്കോളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പനും മക്കളും കൂടി ആലോചിച്ച് നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം, ഇവിടെ വെച്ച് കളിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അമൃതയെ കൊണ്ടേ കാണിച്ച്. അമൃത നല്ലൊരു ഡോക്ടറെ കണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രസ്റ്റ് എടുത്ത് കളയണമെങ്കിൽ കളയാം, അല്ലെങ്കിൽ മുഴ മാത്രം. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ച് തടി ചെറുതായിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് മുഴ മാത്രം കട്ട് ചെയ്ത് എടുത്ത് മാറ്റി. ആ ഡോക്ടർ പറഞ്ഞ് കീമോയും റേഡിയേഷനും 20 എണ്ണം ചെയ്യാം. ബയോപ്സി റിസൾട്ടിൽ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ച്. അപ്പോൾ കീമോയും റേഡിയേഷനും ചെയ്യണം, അത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞും റെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം റെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങനെ കീമോ റേഡിയേഷൻ ചെയ്യണ്ടെന്ന് എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തോന്നണം, അമ്മ പറയണം. അപ്പോൾ എൻ്റെ മാതാവിൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാ ഈ കീമോ റേഡിയേഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ മക്കളോടും ഹസ്ബൻഡിനോടും പറഞ്ഞ് എനിക്കിത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അവർ സമ്മതിക്കണില്ല. അവരെല്ലാവരും പറഞ്ഞ് ബലമായിട്ട് ഇത് ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ പറ്റൂല, അങ്ങനെയാണെങ്കിൽ ഡോക്ടറൊക്കെ കുറേ നിർബന്ധിച്ച്. ഞാൻ പറഞ്ഞു ഞാൻ ഈ മാതാവിൻ്റെ ഉടമ്പടിയിലല്ലേ ഈ 22 തുടങ്ങി എടുത്ത്, ഇപ്പം ഞാൻ 24 കുഴപ്പമില്ല, എനിക്ക് എന്നും മാതാവ് വരുത്തൂല, എനിക്ക് ഇത്ര വലിയ സൗഖ്യങ്ങൾ തന്ന മാതാവ് എൻ്റെ കാര്യം നോക്കിക്കോളൂന്ന്. ഇന്ന് വരെ ആ വിശുദ്ധ തൈലവും തേച്ച് ഉപ്പും കഴിച്ചിരിക്കണേ. ആ ഒരു ഇഞ്ചക്ഷൻ എടുത്ത വേദന അന്ന് അനുഭവിച്ചതല്ലാതെ ഇതുവരെ ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു വേദനയോ പ്രയാസമോ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഒരു ദുഃഖവും വേദനയും ക്യാൻസറിൻ്റെ ഇല്ല. ഒരു ഗുളിക മാത്രം അവരന്ന് 2 കഴിക്കാനായിട്ട് എനിക്ക് അവിടെ നിന്ന് തന്നിട്ടുള്ളൂ, ഹോർമോൺ ചേഞ്ചിൻ്റെ ഗുളിക. ആ ഗുളിക ഞാൻ ഒരു 3-4 മാസം 5-6 മാസം വരെ ഞാനത് കഴിച്ചിരുന്നു. പിന്നെ ഞാനത് ഓർക്കുമ്പോൾ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കൂല. 3 മാസം കൂടി 9 മാസം വരെ ഞാൻ അവർ ചെക്കപ്പിന് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് അമൃത ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ചെക്കപ്പിന് പോകാതെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഡോക്ടർ എന്നെ വിളിച്ച്, ഈ ക്യാൻസർ രോഗിയായിട്ട് നിങ്ങൾ വന്ന് എന്താ ചെക്കപ്പ് കൂടി ചെയ്യാതെ ഇങ്ങനെ നടക്കണം, മരുന്നും കഴിക്കണല്ലോ, എന്താ വരാത്തതെന്ന് ചോദിച്ച് എന്നെ അങ്ങോട്ട് വിളിച്ച്. അപ്പം ഞാൻ ചെന്ന് എല്ലാ ചെക്കപ്പും പെറ്റ് സ്കാനും എല്ലാം 2ാമത് ചെയ്ത്. അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപ കൊണ്ട് എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. കീമോയും റേഡിയേഷനും ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല, അതിൻ്റെതായിട്ടുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അമ്മയും ഈശോയും എനിക്ക് ചെയ്യുന്ന രോഗസൗഖ്യത്തിന് ഞാൻ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. എൻ്റെ ഹസ്ബൻഡിന് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. പുള്ളിക്ക് വയ്യാതെ വന്ന് കുറച്ച് ദിവസമായിട്ട് എങ്ങും പോകാൻ പറ്റാതെ ഇരുന്ന സമയത്ത് ഈ ഉടമ്പടിയിൽ ഞാൻ 8ാമത്തെ ഉടമ്പടിയിൽ എനിക്കൊരു വഞ്ചി തരണേന്ന് പറഞ്ഞ് നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അമ്മ മാതാവ് തന്ന് നാളെ വഞ്ചി നനക്കുകയും കൂടിയാണ്. ഈ അവസരത്തിൽ ഞാൻ അതിനും കൂടി അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന വഴി തന്നെ ചേർത്തല സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ വിതരണം ചെയ്തിട്ടേ പോകുള്ളൂ. പിന്നെ അതിന് ഉപ്പും എണ്ണയും അവിടെ വെച്ച് തന്നെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ബസ്സിലാണെങ്കിൽ എനിക്ക് തോന്നും ഇന്നാളിന് കൊടുക്കണമെന്ന് മനസ്സിൽ അമ്മ പറയണ പോലെ എനിക്ക് തോന്നും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ, അല്ലാതെ വേറെ ആർക്കും കൊടുക്കില്ല. അതേപോലെ വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ഇപ്പം പള്ളിയിൽ പോകുന്ന സമയത്ത് എനിക്കിവിടെ വരാൻ പറ്റാത്ത ചില മാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒരു കെട്ട് പത്രം അവിടെ നിന്ന് കിട്ടും. 1, 2, 3 വെച്ചിട്ട് പോയിട്ടുണ്ടാവും ആൾക്കാർ. അതെടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ ബസ് കയറി തോമ്പടിക്കാൻ പോയി ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഓട്ടോ സ്റ്റാൻഡിലും അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ പരിസരത്തും കൊടുക്കും. അപ്പം അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തി അടുത്തൊരു വൃദ്ധസദനമുണ്ട്. അവിടെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം പോയി അവർക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിൽ സഹായിച്ചു കൊടുക്കും. അവരെ കുളിപ്പിക്കാനുള്ള അമ്മച്ചിമാരെ കുളിപ്പിച്ചു കൊടുക്കും. വെറും കൈയോടെ ഞാൻ അവിടെ പോവില്ല. എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു മിഠായി ആയിരിക്കും, അതാണെങ്കിൽ ഞാൻ എല്ലാവർക്കും വാങ്ങിച്ച് അവരുടെ കൈ കൊടുത്ത് അവരോട് എല്ലാവരോടും സംസാരിച്ച് കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ഒക്കെ പോരുള്ളൂ. എല്ലാവരോടും വിശേഷങ്ങൾ, അവർക്ക് എല്ലാവർക്കും എൻ്റെ ഡീറ്റെയിൽ എല്ലാം അറിയാം.
അവരുടെ ഡീറ്റെയിൽ എല്ലാം എനിക്കും അറിയാം. അങ്ങനെ എല്ലാവരോടും സഹകരിച്ച് സംസാരിച്ച് സന്തോഷമായിട്ട് വൈകുന്നേരം പോരും. എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ അവർക്ക് അവിടുത്തെ ഓണേഴ്സിന് കൊടുത്തിട്ടും പോരും, ഫുഡിന് എന്തിനെങ്കിലും. അങ്ങനെയൊക്കെ ഒരുപാട്. പിന്നെ വീടിൻ്റെ അടുത്തും വൃദ്ധരായിട്ടുള്ള രോഗികളായിട്ട് കിടക്കുന്ന രോഗികളുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ പോയി കയ്യിലുള്ളതുപോലെ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കും. പൈസയെങ്കിൽ പൈസ, ഭക്ഷണമെങ്കിൽ ഭക്ഷണം കൊടുത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഒക്കെ പോരാറുണ്ട്. ആത്മീയ ജീവിതം അരമണിക്കൂർ വചന വായന മുടക്കാറില്ല. അഥവാ എന്തെങ്കിലും കാരണവശാൽ മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പിറ്റേ ദിവസം തന്നെ കൂട്ടി വായിക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം, ഇത്രയും പ്രായമായതിൽ ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ശരിക്കും കുർബാന കാണാൻ തുടങ്ങിയത്. കുർബാന എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. കുമ്പസാരം എന്തെങ്കിലും ആവശ്യം നമ്മൾ ആണ്ട് കുർബാന കുമ്പസാരം എന്ന് പറഞ്ഞ മാതിരി കുമ്പസാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. എന്തെങ്കിലും ഒരു വന്ന് അപ്പം തന്നെ ഓടി അപ്പം തന്നെ അത് നമുക്ക് മനസ്സിലാവും, അയ്യോ ഞാനീ പറഞ്ഞു പോയി തെറ്റാണല്ലോ, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ചത് തെറ്റാണല്ലോ. അപ്പം തന്നെ ഓടിപ്പോയി കുമ്പസാരിക്കാനുള്ള ഒരു മനസ്സും കൂടി ഇപ്പം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. എല്ലാം തന്ന ദൈവത്തിന് എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ എല്ലാ പ്രാർത്ഥനയും കൂടുകയും അതുപോലെ വിശുദ്ധമായിട്ട് തന്നെ ഇരുന്ന് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും മുട്ടുകുത്തി നിന്നുകൊണ്ട് തലയിൽ തുണിയും ഇട്ടുകൊണ്ട് നിന്ന് തീരുന്നത് വരെ മുട്ടുകുത്തി നിന്ന് അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലെ പ്രാർത്ഥന കൂടാനായിട്ട് മിക്കപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്, അത് ചെയ്യാറുമുണ്ട്. എല്ലാം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി സ്തുതിയും. കർത്താവ് അവന് രോഗശൈലിയിൽ ആശ്വാസം പകരും, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. സങ്കീർത്തനം 41 വചനമാണ് ഷീബ എന്ന സഹോദരിയുടെ ജീവിതത്തിൽ. ഇത് സാധ്യമാകണമെങ്കിൽ ഈ മകള് നല്ലൊരു ആത്മീയതയിൽ ഒരു ആസ്തിയുണ്ട്. കാരണം ഉടമ്പടി ജീവിതം വളരെ സത്യസന്ധമായിട്ട് ആത്മീയമായിട്ട് എല്ലാ കാര്യവും വ്യക്തമായിട്ട് നിബന്ധനകളനുസരിച്ച് ജീവിച്ച ഒരു സഹോദരിയാണ്. ആത്മീയ ജീവിതത്തിൽ പറഞ്ഞതും പ്രവർത്തിച്ചതിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അന്നേരം ചെന്ന് കുമ്പസാരിക്കുമെന്നാണ്. ഇത്രയും നാളും കുർബാന കൂടി, പക്ഷെങ്കിൽ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എൻ്റെ കുർബാനയുടെ അർത്ഥം എന്തെന്ന് മനസ്സിലായി. ഈശോയും അമ്മയും അടുത്തറിഞ്ഞ നിമിഷങ്ങളാണ് ആ കുർബാന കൂടുന്ന നിമിഷങ്ങൾ. കാരുണ്യ പ്രവർത്തികൾ നല്ല ഭക്തിയോടെ ദൈവവിശ്വാസത്തോടെ ചെയ്തു. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് കാരുണ്യ പ്രവൃത്തികളും ആത്മീയ ജീവിതവും ആ ഉടമ്പടിയുടെ നിബന്ധനകൾ അനുസരിച്ച് പാലിച്ച് ജീവിച്ചതിൻ്റെ ഫലമായിട്ടാണ്, ഒരു ആത്മീയ ആസ്തിയിലൂടെയാണ് ഈ മകൾക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചത്. ഈശോയുടെയും അമ്മയുടെയും ആ സാന്നിധ്യവും നമ്മൾക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വെള്ളമില്ല വഴിയില്ല എന്ന് പറഞ്ഞത് അവിടെയും ഈശോയുടെ അമ്മയുടെ ഇടപെടലിലൂടെ വെള്ളം ലഭിച്ചു, വഴി ലഭിച്ചു, രോഗസൗഖ്യം ലഭിച്ചു. ഇതെല്ലാം ഒരു വലിയ ഉടമ്പടിയിലൂടെ, ഉടമ്പടിയുടെ ആസ്തിയിലാണ് ഈ മകൾക്ക് ലഭിച്ച ഈ കാര്യങ്ങളെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലും സഞ്ചാരി മാതാവിൻ്റെ ഇടപെടൽ ആശാവർക്കലിലൂടെ ലഭിച്ചതും ഓരോ കാര്യത്തിലും ആ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയൊക്കെ ലഭിച്ച ആ രോഗസൗഖ്യത്തിനെല്ലാം നമ്മൾക്ക് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ദുർബലതകളിൽ താങ്ങുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ദൈവം, രോഗത്തിലും വിഷമത്തിലും സുഖപ്പെടുത്തുന്ന ദൈവം, ആ ദൈവകൃപയിൽ വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൃപാസന അമ്മയുടെ കരം പിടിച്ച് കൂടുതൽ തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഷീബ ആൻഡ്രൂനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ ആൾത്താരയിൽ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാനും പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചാരെ നിൽക്കാനും സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജ്യോതിഷ. ഞാൻ ഉത്തരാഖണ്ഡിൽ നിന്ന് വരുന്നു. 2023 ജനുവരി 7-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാനിവിടെ വരുമ്പോൾ വളരെ നിരാശയും ഡിപ്രഷനിലും ദൈവത്തിലുള്ളൊരു വിശ്വാസം പോലും നഷ്ടപ്പെട്ടൊരു അവസ്ഥയിലാണ് ഞാനിവിടെ വന്നത്. ഞാൻ പലപ്പോഴും പരിശുദ്ധ മാതാവിനെക്കുറിച്ച്, കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടിരുന്നെങ്കിലും അതിൽ വലിയ വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. എല്ലാം ഈശോയല്ല തരുന്നേ. മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഈശോയോടായിരുന്നു കൂടുതൽ അടുപ്പം. ബാക്കി ജപമാലയും പ്രാർത്ഥനകളും കുടുംബ പ്രാർത്ഥനകളും ഉണ്ടെങ്കിലും
മാതാവ് വഴി ഈശോയിലേക്ക് എന്ന് എനിക്ക് ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നത് ഞാൻ ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. പരിശുദ്ധ അമ്മ എന്നെ കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങളായിരുന്നു എനിക്ക്. ഞാനിവിടെ 2003 ജനുവരിയിൽ വരുമ്പോൾ ജപ്തി നോട്ടീസ് വന്ന് കടബാധ്യത മൂലം വളരെയധികം വിഷമിച്ചിട്ടാണ് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളെല്ലാവരും ഒന്നിച്ചിവിടെ പ്രാർത്ഥിക്കാൻ വന്നത്. ഇവിടെ വരുമ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം മേലെ പോയിരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് അവിടെ വെച്ച് ഓരോ നിയോഗം എഴുതുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത്, അമ്മേ എന്നെയും ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റണേ എന്ന് മാത്രമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ 90 ദിവസം ഉടമ്പടി ഞാൻ എല്ലാതും കൃത്യമായി ചെയ്തു. പക്ഷേ എനിക്ക് ഒരു ആത്മീയമായി ഒരു ഉണർവ് എന്ന് പറയാൻ എനിക്ക് കിട്ടിയിരുന്നില്ല. ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോവും, കുമ്പസാരിക്കും, പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അച്ഛൻ പറയുന്ന പോലെ താഴേക്ക് ഇറങ്ങി ചെല്ലാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ഞാൻ പത്രം കൊടുക്കും, അടുത്തുള്ളവർക്ക് അല്ലെങ്കിൽ ഇടവകയിൽ കൊടുക്കും, എവിടെയെങ്കിലൊക്കെ കൊടുത്ത് അങ്ങനെ അവസാനിപ്പിച്ചിരുന്നു. ഞാൻ രണ്ടാമതും വന്ന് 90 ദിവസം കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഉടമ്പടി പുതുക്കി. ഞാൻ തിരിച്ച് പോയി കഴിഞ്ഞപ്പോൾ അന്ന് എന്നോട് കൗൺസിലർ പറഞ്ഞു, മോളെ ദൈവസ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് എൻ്റെ ഒരു ആത്മീയ ലൈഫ് പോലെ എനിക്ക് വ്യത്യാസം വന്നു തുടങ്ങിയത്, ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ തമ്പുരാന് വിട്ടുകൊടുത്തു തുടങ്ങി. എനിക്ക് ആകുലത കുറഞ്ഞു. ഇനി എന്ത് വരും എന്നുള്ള ചിന്ത മാറി. എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന സാക്ഷ്യം പറയാനുള്ള ആദ്യത്തെ അനുഗ്രഹം, ജപ്തി വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ജപ്തി വരുന്നത്, ഞങ്ങൾ 2013 വീട് പണിക്ക് വേണ്ടിയിട്ട് 15 ലക്ഷം രൂപ ലോൺ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്ലാൻ മാറി ബിസിനസ്സിലേക്ക് എടുത്തു. അത് കഴിഞ്ഞ് കോവിഡായി, അതിനിടയ്ക്ക് വെള്ളപ്പൊക്കം വന്ന് ബിസിനസ് പൂർണ്ണമായിട്ട് പോയി. ബിസിനസ് തകർന്നിരിക്കുമ്പോഴാണ് വീണ്ടും കോവിഡ് വരുന്നത്. കോവിഡ് വന്ന് ഹസ്ബൻഡിൻ്റെ ജോലി പൂർണ്ണമായി നഷ്ടപ്പെട്ട് വിദേശത്ത് നിന്ന് തിരിച്ചു വരികയാണ്. ഞങ്ങൾക്ക് ലോൺ പൂർണ്ണമായിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല, വഴിമുട്ടി, പിള്ളേരുടെ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, ഞാനിവിടെ നിന്ന് മാതാവിൻ്റെ മണ്ണ് അവിടെ നിന്ന് എടുത്തു, ഉപ്പ് വെഞ്ചരിച്ച് ഉപ്പും കൊണ്ടുപോയി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങൾ വീട് പണിയുന്ന തറയുടെ ചുറ്റും, അതുപോലെ തന്നെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതിന് ചുറ്റും ഞങ്ങൾ നടന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി മണ്ണിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ 9 ദിവസം ചുറ്റും നടന്ന് പ്രാർത്ഥിച്ച് പലരോടും ഞങ്ങൾ സ്ഥലക്കച്ചവടത്തിന് വേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ ഒരു കച്ചവടം നടക്കുന്നില്ല. ഞങ്ങൾ വെള്ളപ്പൊക്കത്തിന് ശേഷം 2018, 19 തുടങ്ങി ഭൂമി കച്ചവടത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല ബ്രോക്കർമാരെ സമീപിച്ചെങ്കിലും നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കലെയാണ് ഞാൻ ഉടമ്പടി എടുത്ത് 1 വർഷം കഴിഞ്ഞ് 2 വർഷം തികയുന്നതിന് മുന്നായിട്ട് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരാൾ തന്നെ വന്ന് അവർക്ക് അവരുടെ മകന് വേണ്ടിയിട്ട് ഭൂമി വാങ്ങാം എന്ന് പറഞ്ഞ് അവർ ഞങ്ങളുടെ അടുത്ത് വരികയും ഞങ്ങൾക്ക് കച്ചവടം നടക്കുകയും ചെയ്യുകയാണ്. അതാണ് എനിക്ക് ആദ്യമായിട്ട് നടന്ന എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നീട് എനിക്ക് അതേപോലെ തന്നെ ഭവനം 13 ഞാൻ പറഞ്ഞിരുന്നു, വീട് പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലോൺ എടുത്തത്. 13 വർഷമായിട്ട് തറ കെട്ടിയതല്ലാതെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പണിയും നടക്കുന്നുണ്ടായിരുന്നില്ല. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി 2 മാസം കഴിയുമ്പോൾ എന്നെ വിളിച്ച എൻ്റെ അമ്മ പറയുകയാണ്, ഞാൻ നിനക്കൊരു 5 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ വയസ്സായി വരികയാണ്, നീ ഒരു കാര്യം ചെയ്തോ, നീ വീട് പണിയുകയാണെങ്കിൽ ചെയ്യേ, ഇല്ലെങ്കിൽ നീ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ചെറിയൊരു വീടുണ്ട്, അത് റിന്യൂ ചെയ്യേ, നീ എന്തെങ്കിലും ചെയ്യേ, ഞങ്ങൾ മരിക്കുന്നതിന് മുന്നേ ഒന്ന് കാണാൻ പറ്റുന്നുള്ളൂ എന്ന് മമ്മി പറഞ്ഞു. ആ 5 ലക്ഷം രൂപ മമ്മി തന്നതിൽ 2 ലക്ഷം കൊണ്ടുപോയി ഞങ്ങൾ എമർജൻസി ജപ്തി നോട്ടീസ് കൊണ്ടുപോയി അടച്ച് ജപ്തി ഒഴിവാക്കി. വീണ്ടും കിട്ടിയ കാശിന് ഞങ്ങൾ ബാക്കി 3 ലക്ഷം വെച്ച് ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നിരുന്നില്ല. അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾക്ക് സ്ഥലക്കച്ചവടം എല്ലാം നടന്ന വീട് പണി പൂർത്തിയായി. ഞങ്ങൾ ഈ മെയ് 16 വീട് വെഞ്ചരിച്ച് ഞങ്ങൾ താമസമാക്കി. അതിനോട് ചേർന്ന് അടുത്ത എൻ്റെ സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞു, എനിക്കോ ഹസ്ബൻഡിനോ ഒരു വരുമാന മാർഗ്ഗം ഇല്ലാതിരിക്കുമ്പോഴാണ് എൻ്റെ മക്കളുടെ ഫീസ് അടയ്ക്കാൻ പോലും പറ്റാത്തൊരു സങ്കട അവസ്ഥ വന്നു. എൻ്റെ മക്കൾ എന്നോട് പറയും, ഞാൻ ഫാഷൻ ഡിസൈനറാണ്, അമ്മ ഏതെങ്കിലും ഒരു സ്കൂളിൽ വന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ
അമ്മയ്ക്ക് അത്യാവശ്യം ക്രാഫ്റ്റ് ആർട്ടൊക്കെ അറിയില്ലോ, അമ്മ അവിടെ വന്ന് പഠിപ്പിക്കുക. ഞങ്ങളുടെ ഫീസ് അതുവഴി അടഞ്ഞു പോവില്ലേ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ എനിക്കോ എൻ്റെ ഹസ്ബൻഡിനോ ഏതെങ്കിലും ഒരു ജോലി തരണമേ, എൻ്റെ മക്കളെയെങ്കിലും പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണേ എന്നായിരുന്നു. അങ്ങനെ ഇരിക്കൽ എനിക്ക് എൻ്റെ ഒരു ആൻറ്റി UP-യിലുണ്ട്, നോർത്ത് ഇന്ത്യയിൽ. ആൻറ്റി അവിടെ ബറേലി രൂപതയുടെ അച്ഛന്മാരുടെ ഒരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ട് അവിടെ ഒരാൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചു. എന്നോട് ചോദിച്ചു, നിനക്ക് വരാൻ ആഗ്രഹമുണ്ടോയെന്ന്. ഞാൻ ആ സമയത്ത് ജോലി അന്വേഷിക്കുന്നത് ആൻറ്റിക്ക് അറിയായിരുന്നു. ഞാൻ നാട്ടിലെവിടെ നോക്കിയിട്ടും പറ്റുന്നില്ല. ഞാൻ ഓഫീസ് സെക്രട്ടറി കോഴ്സ് പഠിച്ച ആളാണ്, ഡിഗ്രിയും ഫാഷൻ ഡിസൈനിങ്ങും കഴിഞ്ഞ്. അപ്പോൾ ആൻറ്റിക്ക് അത് അറിയാവുന്നതുകൊണ്ട് ആൻറ്റി പറഞ്ഞു, നീ എന്നാൽ ഓഫീസിലേക്ക് ജോലിക്ക് ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ഓഫീസിൽ ചേർന്നു. ഞാൻ അവിടെ ചെന്ന് 2 മാസം കഴിഞ്ഞു. ഭാഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഹിന്ദിയാണ്, എനിക്ക് ഫ്ലുവൻ്റ് അല്ല. അറ്റ്ലീസ്റ്റ് വായിക്കാൻ അറിയാമെന്നല്ലാതെ പറയാൻ എനിക്കറിയില്ല. ഓഫീസാവുമ്പം കൂടുതൽ കോണ്ടാക്റ്റ് പാരൻസിനോടാണ്, എനിക്ക് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ട്. അവിടെ വെച്ചിട്ട് അവർ 2 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട് പറ്റില്ല, ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോലും അവർ സമ്മതിച്ചില്ല. ഇൻ്റർവ്യൂ ഉണ്ട് അവിടെ 2 മാസം കഴിഞ്ഞ്. അവർ പറഞ്ഞു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വളരെ വിഷമിച്ചു. ഞാൻ ഓടി വന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞു പറഞ്ഞു, എൻ്റെ അമ്മേ, എനിക്ക് എൻ്റെ മക്കളെ പഠിപ്പിക്കണം, എൻ്റെ വഴിമുട്ടാണ് നീ എന്നെ, ഞാൻ എന്ത് വന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, എനിക്കറിയാം നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മാത്രമാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. ഞാൻ ആ ഇൻ്റർവ്യൂവിന് നിൽക്കുമ്പോൾ അവിടുന്ന് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തി. ഞാൻ എവിടെയാണ് നിൽക്കണേന്ന് ആലോചിച്ചില്ല. ഞാൻ അവിടെ നിന്ന് മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അതേ മിനിറ്റിൽ, അതേ കഴിഞ്ഞ ഉടനെ വന്നിട്ട് എന്നോട് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ വന്ന് പറഞ്ഞു, ജ്യോതിഷ മാനേജർ അച്ഛൻ പറഞ്ഞു ജ്യോതിഷയുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. എനിക്ക് പെട്ടെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. എൻ്റെ മക്കളാണ് എന്നോട് പറഞ്ഞിരുന്നത്, അമ്മ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ട് പഠിപ്പിക്കുക, ഞങ്ങൾ ആ സ്കൂളിൽ പഠിക്കട്ടെ എന്ന്. എന്നോട് വൈസ് പ്രിൻസിപ്പൾ പറയുമ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞ ആ ഒരു സെൻറ്റൻസാണ് എൻ്റെ ഉള്ളിൽ വന്നത്. അപ്പം ഞാൻ മാതാവിനോട് അവിടെ നിന്ന് ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ എനിക്ക് അറ്റൻഡ് ചെയ്തെങ്കിലും ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. എനിക്ക് വരയ്ക്കാൻ അറിയാം, എനിക്കെല്ലാം അറിയാം, പക്ഷേ എനിക്ക് അവിടെ ഫെയിൽഡ് ആവാണ്. എന്നിട്ട് എന്നെ വീണ്ടും ഇൻ്റർവ്യൂ, കാരണം എനിക്ക് പ്രിപ്പയർഡ് അല്ല എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ വീണ്ടും ഡയസിസിൽ നടത്തി. അവിടെ വെച്ച് എനിക്ക് സെലക്ഷനായി. അവിടെ വെച്ച് എനിക്ക് ബിഷപ്പ് എൻ്റെ മക്കൾക്ക് പൂർണ്ണമായി ഫീസ് അടയ്ക്കേണ്ട, ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ആനുകൂല്യവും ഞങ്ങൾക്ക് താമസിക്കാനുള്ള വീടും സൗകര്യവും ബിഷപ്പ് ഞങ്ങൾക്ക് തന്നു. എൻ്റെ മക്കൾ ഇന്ന് 2 വർഷമായിട്ട് അവിടെ പഠിക്കുന്നു. ഇവിടെ നിന്ന് പോയതിനേക്കാൾ കൂടുതലും മെച്ചപ്പെട്ട് അവർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും അവരെ പഠിക്കാനും അവർക്ക് പഠിക്കാനും സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ തന്നെയാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മക്കൾക്കും നല്ല വിശ്വാസമുണ്ട്. അവരെന്നും പറയും, അമ്മേ, മാതാവാണ് നമ്മളിവിടെ എത്തിച്ച്. അത് ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു ചെയ്യുന്നു. ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടി മാതാവ് തരുന്ന ഓരോ ചെറിയ സഹനങ്ങളായിട്ടാണ് ഞാൻ ഇപ്പോൾ അതിനെ കാണുന്നത്. മാതാവ് ശരിക്കും ഒരമ്മയുടെ പോലെ താങ്ങുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റി. കാരണം എൻ്റെ തളർച്ചയിൽ എനിക്ക് എൻ്റെ കൂടെ നിന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. എനിക്ക് പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ സ്മെല്ലോ അല്ലെങ്കിൽ സാന്നിധ്യമായിട്ട് എന്നെ പ്രത്യക്ഷപ്പെടുകയോ സ്വപ്നത്തിലോ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നത് എനിക്ക് ഒരിക്കലെങ്കിലും അമ്മേ മാതാവ് എൻ്റെ അടുത്ത് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ അമ്മയുടെ സഹായം എൻ്റെ ഒരു അമ്മയുടെ പോലെ തന്നെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ തളർച്ചയിൽ എൻ്റെ സങ്കടങ്ങളിൽ എൻ്റെ കൂടെ നിന്ന് നയിച്ചത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം വളരെ മെച്ചപ്പെടുത്താൻ സാധിച്ചു. എല്ലാ ദിവസവും ഞങ്ങൾക്ക് അവിടെ സ്കൂള് രാവിലെ 6:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, സമ്മർ ടൈമിൽ. അപ്പം ഞങ്ങൾക്ക് ഞാൻ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഏറ്റവും ആദ്യം ബൈബിൾ വായിച്ച് പേഴ്സണൽ പ്രെയർ ചെയ്ത് 5:30 പ്രാർത്ഥനയും കഴിഞ്ഞ് അതിനോടനുബന്ധിച്ചാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് സമർപ്പിച്ചിട്ടാണ് എൻ്റെ ഒരു ദിവസവും എൻ്റെ ഒരു പ്രവൃത്തികളും ഞാൻ ആരംഭിക്കുക.
അത് എൻ്റെ മക്കൾക്കും ഒരു ശീലമായി. അത് ചെയ്യുമ്പോൾ അത് മുടങ്ങിയ ഞാൻ പോലും ഇതായി കറക്റ്റ് ടൈം അവർ എന്നെ ഓർമ്മിപ്പിക്കും, അവരെന്നെ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ പേഴ്സണൽ പ്രയറിലും ദൈവത്തിലൊരു വിശ്വാസം വന്നു. ഞാൻ ഒരു കാര്യങ്ങളും ഞാനുമായാലും എൻ്റെ ഹസ്ബൻഡായാലും ഇപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും നമുക്കൊന്നും തീരുമാനം എടുക്കണ്ട. പണ്ട് ഞങ്ങൾ ഓരോന്നും വിഭാവനം ചെയ്യും, അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഒരു കാര്യങ്ങളും ഞങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കില്ല. പരിശുദ്ധ അമ്മയോട് ഈശോയോട് പറയും, ഹസ്ബൻഡ് ഇങ്ങോട്ട് പറയും നമുക്കൊന്നും ആലോചിക്കണ്ട, ഇതുവരെ നമ്മൾ വന്നത് നമ്മൾ ആഗ്രഹിച്ചതോ നമ്മൾ പ്ലാൻ ചെയ്തതോ അല്ല, എല്ലാം തമ്പുരാൻ്റെ ഇഷ്ടം അനുസരിച്ചാണ്, എല്ലാം നടക്കും, എല്ലാം അതിൻ്റെ വഴിക്ക് വരും എന്നുള്ളൊരു വിശ്വാസം ഈശോയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഈശോയെ, നീയാണ് ഞങ്ങളെ നയിക്കുന്നത്, നീയാണ് ഞങ്ങളുടെ കൂടെയുള്ളത് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വളർത്താൻ അമ്മയാണ് എന്നെ സഹായിച്ചത്. പ്രേക്ഷിത പ്രവർത്തനം, ഞാനിവിടുന്ന് പോകുമ്പോൾ ഹിന്ദി പത്രമാണ് കൊണ്ടുപോകുന്നത്. ഏറ്റവും ആദ്യം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എന്നോട് ഹസ്ബൻഡ് പറയും, നോർത്ത് ഇന്ത്യയാണ്, വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, നിനക്കതവിടെ കൊടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര പ്രശ്നം ഗവൺമെൻറ് ഉണ്ടാക്കും, അവർ പ്രശ്നം ഉണ്ടാക്കുന്ന നാടാണ്. എന്നെ ഹസ്ബൻഡ് എപ്പോഴും അങ്ങനെ ഒരു ഭയം തരുമായിരുന്നു. എനിക്ക് പേടിയുണ്ടെങ്കിലും ഞാൻ ഹസ്ബൻഡിനോട് പറയും, എനിക്ക് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ മരിക്കേണ്ടി വന്നാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോകും എന്ത് വന്നാലും എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോകും. ഏറ്റവും ആദ്യം ഞാൻ കൊടുക്കുന്നത് എൻ്റെ കോർ വർക്കേഴ്സിന്, ടീച്ചേഴ്സിന്, സ്റ്റാഫുകൾക്ക്, ആ പള്ളിയിലുള്ള ഇടവകളിലെ ആളുകൾക്ക് മാത്രമായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചുകൂടി വിശ്വാസികളിലേക്ക്, നമ്മുടെ പള്ളികളിലേക്ക്, ഇവിടുത്തെ മാതിരിയല്ല, അവിടെ ക്രിസ്ത്യൻസ് വളരെ കുറവാണ്, വിശ്വാസികളായിട്ട് വരുന്നവരുണ്ടാവും, അക്രൈസ്തവരായവർ. അവരോട് എനിക്ക് അറിയാവുന്ന ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ 2 വർഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അത് വെച്ച് എനിക്ക് അറിയുന്നത് പോലെ ഞാൻ പറയും. എന്നോട് അവർ പലരും ചോദിക്കും, നീ എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ഇവിടെ വന്നേ, നീ എന്തിനാ ഇവിടെ വന്നേ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, എന്നെ കൊണ്ടുവന്നത് പരിശുദ്ധ മാതാവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, അതുകൊണ്ട് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ അവരോട് പറയും. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണത് അതുപോലെ തന്നെ നമുക്ക് ലോക്കലായിട്ട് ആരെയും അധികം ആളുകളെ അറിയില്ല, പരിമിതികളുണ്ട്. എനിക്ക് ഭാഷയും നാടും വേറെ ആയതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങാൻ ഞാൻ എൻ്റെ വർക്കേഴ്സ്, സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ മക്കൾക്ക് ബുക്ക് വാങ്ങിക്കൊടുക്കും, കളർ പെൻസിലുകൾ വാങ്ങിക്കൊടുക്കും. ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ എനിക്ക് പഠിപ്പിക്കുമ്പോൾ അറിയാവുന്ന കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് വേണ്ട സാധനങ്ങൾ അവർക്ക് കുറവെന്ന് കാണുമ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞാൻ അങ്ങനെ ചെയ്യും. വിശുദ്ധ കുർബാന കഴിയുന്നത് ഞാൻ മുടക്കാറില്ല. ഞാൻ പറഞ്ഞു, രാവിലെ 6:30 എനിക്ക് സ്കൂളിലെത്തണം. കുർബാന മിക്കവാറും 5:15 അപ്പോൾ ഞാൻ ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ വേണ്ടി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ കുർബാനയ്ക്ക് പോകും. 6:30 സ്കൂൾ തുടങ്ങുന്ന ടൈമിൽ, അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടില്ല. കുർബാനയുടെ ടൈമിലായിരിക്കും ഉടമ്പടി പ്രാർത്ഥന വരിക, രാവിലത്തെ പ്രാർത്ഥന. അപ്പം ഞാൻ ലൈവായിട്ട് നിൽക്കാതെ ഞാൻ തന്നെ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകും. വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി എനിക്ക് കുറച്ചധികം ദൂരമുണ്ട്. ഞാൻ മഞ്ഞാണെങ്കിലും, എത്ര മഞ്ഞ് വീഴുകയാണെങ്കിലും തണുപ്പുള്ള സ്ഥലം കൂടിയാണ്, തണുപ്പുള്ളപ്പോൾ ഞാൻ പള്ളിയിൽ പോവും. അപ്പോൾ എന്നോട് അവിടുന്ന് സിസ്റ്റേഴ്സ് ചോദിക്കും, ജ്യോതിഷ നീ ഹെൽത്ത് ഇഷ്യൂ വരും, നീ ഇത്രയും തണുപ്പടിച്ച് വരണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയും, സിസ്റ്ററെ എനിക്ക് വിശുദ്ധ കുർബാന എനിക്കിത് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഒരു ഉണർവില്ല സിസ്റ്ററെ, എനിക്ക് വരണം, സാരമില്ല, ബാക്കിയൊക്കെ തമ്പുരാൻ നോക്കിക്കൊള്ളും എന്ന് പറയും. എൻ്റെ ഓരോ ലൈഫിലും ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുമ്പോഴും എന്നോട് ഈ പറഞ്ഞ സിസ്റ്റേഴ്സ് തന്നെ പറയും, ജ്യോതിഷേ നിൻ്റെ വിശ്വാസവും നിൻ്റെ പ്രാർത്ഥനയാണ് ദൈവം നിനക്ക് അനുഗ്രഹം തരുന്നതെന്ന്. സത്യമാണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉടമ്പടി പ്രാർത്ഥനയുടെ അതേ ഫലം എനിക്ക്, വിശുദ്ധ കുർബാനയെ കിട്ടുന്ന അതേ ഫലം ഉടമ്പടി പ്രാർത്ഥന, രണ്ടും എനിക്ക് ഒരേ ശക്തിയാണ് തരുന്നത്. പരിശുദ്ധ അമ്മ കൂടെ നൽകുന്നത്. സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ടെൻഷൻ വന്നാൽ പോലും എനിക്ക് വളരെ ശാന്തമായി പെരുമാറാൻ, വളരെ ബുദ്ധിമുട്ടുകളില്ലാതെ എനിക്ക് മക്കളോട് പെരുമാറാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ എന്നെ നയിക്കുന്നതിനും എന്നെ ഇതുവരെ കൊണ്ടു നടത്തിയതിനും ഞാൻ നന്ദി പറയുന്നു. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം തിരുവചനം. കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. ജ്യോതിഷ എന്ന ഈ സഹോദരി ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം വളരെ ശ്രേഷ്ഠമായി പങ്കുവച്ചത് തൻ്റെ ഒരു ജീവിത പ്രതിസന്ധിയിൽ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയോട് ഉടമ്പടി ചെയ്തതിൻ്റെ ഉടൻ പരിഹാരത്തെക്കുറിച്ചായിരുന്നു ഈ മകളിവിടെ സാക്ഷ്യം ഏറ്റുപറഞ്ഞത്.
തൻ്റെ അയോഗ്യതകളെയെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചു. പരിശുദ്ധ അമ്മ തന്നെ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അവരുടെ ജീവിത പ്രതിസന്ധികളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് 10 വർഷം മുമ്പുണ്ടായിരുന്ന 15 ലക്ഷം കടമെടുത്തത് 35 ലക്ഷമായി മാറി. പരിശുദ്ധ അമ്മ തന്നെ ഉടൻ പരിഹാരം നൽകുന്ന 2 മാസത്തിന് ശേഷം അത് അടച്ചു വീട്ടുവാനും അവരുടെ സ്ഥലം വിൽപ്പനയ്ക്കുമെല്ലാം പരിശുദ്ധ അമ്മ കൂടെ നിന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ അവർ കുടുംബം ഒന്നിച്ചിവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് കൈമാറുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ ഒരു വാർത്തയാണ് ഈ മകളിവിടെ ഏറ്റുപറഞ്ഞത്. അവർ ജെറീക്കോ പ്രാർത്ഥന, ഇസ്രായേൽക്കാർ 7 ദിവസം 7 പ്രാവശ്യം നടത്തിയ ജെറീക്കോ പ്രാർത്ഥന പോലെ അവരുടെ എല്ലാ പ്രതിസന്ധികളിലും, അവരുടെ ജപ്തിയിലും സ്ഥലവിൽപ്പനയിലുമെല്ലാം അവരൊരു ജെറീക്കോ പ്രാർത്ഥന നടത്തിയതായി ഇവിടെ ഏറ്റുപറയുകയുണ്ടായി. 9 ദിവസത്തെ ശക്തമായ പ്രാർത്ഥന. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം, ഇത്ര ശ്രേഷ്ഠ ഒരു ജനത വേറെ എവിടെയുണ്ട്, കൂടെ നടക്കുന്ന ഒരു ദൈവം വേറെ എവിടെയുണ്ട് എന്നെല്ലാം ഇന്ന് ജ്യോതിഷയ്ക്ക് പറയാൻ, ചെങ്കൂറ്റത്തോടെ പറയാൻ സാധിക്കുന്നത് ഒരു ദൈവസ്നേഹം നിറയാൻ വേണ്ടി. ഇവിടെ വന്ന് കൗൺസിലർ പറഞ്ഞു, ദൈവസ്നേഹം നിറയാൻ വേണ്ടി ഈ പുതുക്കുന്ന സമയത്ത് നീ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം നിറയുമ്പോഴാണ് എല്ലാം പുതുതായി അഹറോൻ്റെ വടി തളിർക്കുന്നത് പോലെ, അവർ മന്ന പൊഴിച്ചതുപോലെയെല്ലാം അവർക്ക് ജീവിതാനുഭവം ഒരു ദൈവസ്നേഹാനുഭവമായി മാറിയതായി ജ്യോതിഷ ഇവിടെ പറയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ചെയ്തു പോകുന്ന എല്ലാ മക്കളും ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഇവർ ഉത്തരാഖണ്ഡിൽ ജീവിക്കുന്ന ഒരു പ്രേക്ഷിത കൂടിയാണ് ഇന്ന് ജ്യോതിഷ. കാരണം തനിക്കറിയുന്ന മുറി ഹിന്ദി ഉപയോഗിച്ചാണ് മറ്റുള്ളവരിലേക്ക് തൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്തുകൊണ്ട് ആ നാണക്കേടും എല്ലാം മാറ്റി ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പരിശുദ്ധ അമ്മ ആരാണ്, ഉടമ്പടി എന്താണ് ഇന്ന് ജ്യോതിഷ ഇവിടെ പറയാൻ മറന്നുപോയൊരു കാര്യം, പല മക്കളും ഉടമ്പടി എടുക്കാനായി ചെയ്യാനായി ഇവിടെ വരാൻ തയ്യാറായി നിൽക്കുകയാണ് ഉത്തരാഖണ്ഡിൽ നിന്ന്. അത്രമാത്രം ദൈവസ്നേഹത്തെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ജ്യോതിഷയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ദൈവാനുഭവം കൂടിയാണ്. നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളെ ഈ സാക്ഷ്യത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ജപ്തിയിലായിരിക്കുന്ന ഒരുപാട് മക്കളാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. ജീവിതം തകർന്നു പോയവർ, ബന്ധങ്ങൾ വേർപെട്ടവർ, അങ്ങനെ ഇനി എന്ത് എന്നൊരു ചോദ്യത്തിൽ നിൽക്കുന്ന എല്ലാ മക്കളുടെയും സാക്ഷ്യങ്ങൾ, അനുഭവങ്ങളെ, സങ്കടങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജ്യോതിഷയ്ക്കും കുടുംബത്തിനു വേണ്ടി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഈ അൾത്താരയിൽ നിർത്താൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും പിതാവായ ദൈവത്തിനും ഹൃദയം നിറഞ്ഞ അനന്തകോടി നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് പ്രജി ശ്രീകുമാർ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ പ്രമീള, ഇതെൻ്റെ മക്കൾ അനുശ്രീ, അനുപം ശ്രീദേവ്. ഞാൻ ഉടമ്പടി ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞത് യൂട്യൂബിലൂടെയാണ്. എൻ്റെ അമ്മയാണ് അറിഞ്ഞത്. അമ്മ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുകയും കൃപാസനത്തിലെ ധ്യാനങ്ങൾ കേൾക്കുകയും ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുകയും അമ്മ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഇടയ്ക്ക് അമ്മയുടെ ഒരു മനസ്സിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിഷമം ഞാനുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് നല്ലൊരു സുഗന്ധാഭിഷേകം കിട്ടി. അതൊരു സുഗന്ധാഭിഷേകം ആണെന്ന് സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിലൂടെ അമ്മയ്ക്ക് മനസ്സിലായി. കാരണം അതെനിക്ക് അനുഭവപ്പെട്ടില്ല, അമ്മയ്ക്ക് മാത്രമേ അത് അനുഭവപ്പെട്ടുള്ളൂ. അപ്പോഴേ ഞങ്ങൾക്ക് കൃപാസനത്തിൽ വരണം, അമ്മ മാതാവെ വന്ന് കണ്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങളിവിടെ വന്നു. ഞങ്ങളൊരു ഹിന്ദുസാണ് ഞങ്ങൾ, എങ്കിലും ഞങ്ങൾ പണ്ട് പോലെ ചർച്ചിലും അപ്പോൾ മാതാവിനെയും ഈശോയും പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും മാതാവും ഈശോയും തരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൃപാസനം ചർച്ചിൽ വന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു ഉടമ്പടി എടുക്കുന്നില്ലേ എന്ന്. ഞങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സാധാ എല്ലാ ചർച്ചിൽ പോകും പോലെ പ്രാർത്ഥിച്ച് പോവുക, അതിനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളിവിടെ നിന്ന് നേർച്ച വസ്തുക്കളെല്ലാം വാങ്ങി ഇവിടെ ഒരു ദിവസം നിന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ അമ്മയടുത്ത് യാത്ര ചോദിക്കാനായിട്ട് വന്നു. ഇവിടെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി അമ്മയുടെ അവിടെ ഒന്ന് യാത്ര ചോദിച്ച് തിരിഞ്ഞ് മടങ്ങി പോകുമ്പോൾ അമ്മയെ ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കിയ സമയത്ത് അമ്മയെ അവിടെ കാണുന്നില്ല, ഫുള്ള് ഇരുട്ടായിട്ട് കാണുന്നു. ഞങ്ങൾ അവിടെ കറണ്ട് പോയിട്ട് അവിടുത്തെ ലൈറ്റ് ഫുള്ള് പോയി.
ഞങ്ങൾ കുറച്ച് നേരം നിന്ന് നോക്കിയിട്ടും അമ്മയെ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പ്രശ്നം വരാൻ പോവുകയാണ്. അതിനുള്ള അടയാളം അമ്മ കാണിച്ചതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ആ വിഷമത്തിൽ തന്നെയാണ് പോയത്. പോയിട്ട് നാട്ടിലോട്ട് വന്നായിരുന്നു. വീട്ടിൽ പോയ സമയത്ത് അമ്മ ഒന്ന് വീഴുകയുണ്ടായി. ആ വീഴ്ചയിൽ അമ്മയ്ക്ക് നടുവിന് വേദന വന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അമ്മയുടെ നടുവിന് പൊട്ടലുണ്ട്, ബെഡ് റെസ്റ്റ് വേണം, അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് തിരിച്ച് ബാംഗ്ലൂരിൽ പോകണം, മക്കൾക്ക് ക്ലാസ് നടക്കുകയാണ്. അന്നേരം എൻ്റെ കയ്യിൽ ഇവിടെ നിന്ന് വാങ്ങിച്ച ഉപ്പും തേനും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മ മാതാവിനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് അമ്മയുടെ നടുവിൽ ഇട്ട് കൊടുക്കുകയും അമ്മയ്ക്ക് വേദന കുറയുകയും ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോവുകയും ചെയ്തു. അവിടെ വെച്ചിട്ടും അമ്മയ്ക്ക് ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല. അത് കാരണം BP വേരിയേഷൻസ് വന്നുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് എല്ലാ അസ്വസ്ഥതകളും കാണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ BPക്കുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്തിട്ടും അമ്മയ്ക്ക് ഒന്നും നോർമൽ ആവുന്നില്ലായിരുന്നു. അങ്ങനെ ഡോക്ടർ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോഴേക്കും അമ്മയ്ക്കൊരു പനി വന്നു. അപ്പോൾ ആ പനിയെ തുടർന്ന് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഇൻഫെക്ഷൻസൊക്കെ ബോഡിയിൽ കാണുന്നുണ്ട്, ഫുൾ നല്ല തറവായിട്ട് ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ വയറിലെ അൾട്രാസൗണ്ട് സ്കാനിങ് റിപ്പോർട്ടിൽ അമ്മയ്ക്ക് ലിവറിൽ കുറച്ച് അബ്നോർമാലിറ്റീസ് കാണുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, ഞങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണം, MRI ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് എല്ലാ ടെസ്റ്റ് ചെയ്യാനും ഒരു ടാബ്ലറ്റ് എടുക്കാൻ വരെ അമ്മയ്ക്ക് പേടിയാണ്. കാരണം അമ്മയ്ക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ടാബ്ലറ്റ്സിന് അലർജി ആയിട്ട് നല്ല ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പോയിട്ട് തിരിച്ചു വന്ന ആളാണ് അമ്മ. അപ്പോൾ അമ്മ എല്ലാത്തിനും നല്ല പേടിയാണ്. അപ്പം ഡോക്ടർ MRI സ്കാൻ റിപ്പോർട്ട് കഴിഞ്ഞ് ബ്ലഡ് റിപ്പോർട്ട്സൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞു, അമ്മയ്ക്ക് 90% ഞങ്ങൾക്ക് കൺഫേമാണ്, ക്യാൻസറാണ് ലിവറിൽ. ബ്ലഡ് റിപ്പോർട്ട്സ് എല്ലാം പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബയോപ്സി റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ഡോക്ടർ. ക്യാൻസറിൻ്റെ 2nd സ്റ്റേജാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഫസ്റ്റ് പോയത് എൻ്റെ അമ്മ മാതാവ് ഞങ്ങളെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിട്ടാണ്. ഉടമ്പടി ജീവിതം നയിക്കണം അത് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ തന്നെ ആ 10% ഞാൻ ദൈവത്തിൽ കൊടുത്ത് വിശ്വസിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും മാതാവ് വയ്ക്കില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ അപ്പോൾ തന്നെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അന്ന് തന്നെ അമ്മയുടെ ഒരൊറ്റ നിയോഗം വെച്ച് മാത്രം ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഞാനൊരൊറ്റ നിയോഗം എഴുതിയ സമയത്ത് ഒരു ഡോക്ടർ റൂമിൽ വരെയും എൻ്റെ കൈ പ്രസ്സായി ആ ഒരു ഉടമ്പടി മാത്രം വെച്ച് സബ്മിറ്റായി ഉടമ്പടി. അപ്പോൾ തന്നെ എനിക്ക് നല്ല വിശ്വാസമായി അമ്മ എൻ്റെ അമ്മയെ ഏറ്റെടുത്തു, എൻ്റെ അമ്മയ്ക്ക് ഒന്നും വരുത്തത്തില്ല എന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മയും വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, ഞാൻ ജീവിതകാലം മുഴുവനും ഈ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കുമെന്നും പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി എങ്ങനെയാണെന്നൊന്നും എനിക്ക് കറക്റ്റായി ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ ആ വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ അമ്മയെ നോക്കാൻ ഒരു സിസ്റ്റർ വന്നു. ആ സിസ്റ്ററും കൃപാസനത്തിലെ ജപമാല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, സിസ്റ്റർ ഉടമ്പടിയെക്കുറിച്ച് എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി നല്ല രീതിയിൽ ചെയ്തു. എൻ്റെ കയ്യിൽ കൃപാസന പത്രം ഉണ്ടായിരുന്നു. എൻ്റെ വിശ്വാസം കുറച്ച് ഞാൻ പേടി തോന്നുന്ന സമയങ്ങളിൽ ഞാൻ സാക്ഷ്യങ്ങൾ നിരന്തരം വായിച്ച സാക്ഷ്യങ്ങൾ തന്നെ വീണ്ടും വായിക്കുമ്പോൾ എനിക്ക് നല്ല ധൈര്യം കിട്ടുമായിരുന്നു. അങ്ങനെ ഓരോ ടെസ്റ്റിനും MRIക്കും സ്കാനിങ്ങിനും ഒക്കെ അമ്മയെ കൊണ്ടുപോകുമ്പോൾ ഞാൻ വിശുദ്ധ ഉപ്പും എൻ്റെ കയ്യിൽ തൈലം ഇല്ലായിരുന്നു, ഉപ്പും തേനും വെച്ച് അമ്മയെ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു വിടും. അതിൻ്റെ ഫലമായിട്ട് ആ സ്കാനിങ് റൂമിൽ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ധൈര്യമാണ്. അതുപോലെ എന്നെപ്പോലെ സ്നേഹിക്കുന്ന ആരെങ്കിലും എൻ്റെ അമ്മയുടെ അടുത്തുണ്ടായിരിക്കും. അപ്പം അമ്മ ധൈര്യമായിട്ട് അമ്മ അത് ചെയ്തിട്ട് വരും. എന്നിട്ട് അതിനുശേഷം അമ്മയുടെ എനിക്ക് പനിയൊക്കെ ഇടയ്ക്ക് വരുന്നത് കാരണം ഡോക്ടർ പറഞ്ഞു ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ബയോപ്സി ചെയ്ത് കാര്യങ്ങൾ ചെയ്യാമെന്ന്. അങ്ങനെ ബയോപ്സിക്ക് അമ്മയ്ക്ക് കയറ്റിയ സമയത്ത് ഞാൻ പുറത്ത് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ എനിക്ക് അന്ന് ഒന്നും കാണാതെ അറിയില്ല. ഞാൻ വിശ്വാസ പ്രമാണം മൊബൈലിൽ നോക്കി പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ വിശ്വാസ പ്രമാണം കാണുന്നില്ല. അമ്മയുടെ പ്രത്യക്ഷീകരണം പ്രാർത്ഥന മാത്രമേ എൻ്റെ മൊബൈലിൽ കാണുന്നുള്ളൂ. അപ്പോൾ അമ്മ മാതാവ് അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്നോട് പറയുവാന്ന് മനസ്സിലായി. ഞാൻ അത് പറഞ്ഞ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്കൊരു ഒരു മുല്ലപ്പൂവിൻ്റെ മണം സുഗന്ധാഭിഷേകം കിട്ടി. അപ്പോൾ അമ്മ മാതാവ് വന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ആലോചിച്ചു, അവരെടുക്കുന്ന ആ സാമ്പിൾ, ആ ഫ്ലൂയിഡിൻ്റെ സാമ്പിൾ എന്നെ ഒന്ന് കാണിച്ചെങ്കിൽ എൻ്റെ ജപമാല അമ്മ മാതാവിൻ്റെ കുരിശൻ വെച്ചിട്ട് ഒന്ന് കുരിശ് വരച്ച് അയക്കാമായിരുന്നു, റിപ്പോർട്ട്സ് ടെസ്റ്റിന് വേണ്ടി അയക്കാമായിരുന്നു എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ സിസ്റ്റർ പുറത്തിറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് ആ ഫ്ലൂയിഡ് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് അമ്മയുടെ നിന്ന് എടുത്ത ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. ഞാൻ ഓടിച്ചെന്ന് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു അമ്മ മാതാവ് ഇടപെട്ടു എന്ന്. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് റിസൾട്ട് മേടിക്കാൻ വരേണ്ടത്. അന്ന് മെയ് 6-ാം തീയതി ആയിരുന്നു. അന്ന് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഉള്ള ടൈമിലായിരുന്നു ഞങ്ങൾ പോയത്. അപ്പം ഞാൻ ധ്യാനം കാറിലിരുന്ന് കേട്ട് പോവുകയാണ്. അപ്പം അച്ഛൻ്റെ പ്രെയർ ടൈമിൽ ഞാൻ ആലോചിച്ചു, അമ്മയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരീരത്തിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട് ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ അമ്മയെക്കുറിച്ച് അച്ഛൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു റിപ്പോർട്ട് നെഗറ്റീവായിരിക്കും എന്ന്. ഉടമ്പടി ധ്യാനം തീർന്നതും ഡോക്ടർ പറഞ്ഞു, ഉടമ്പടി ധ്യാനം കേട്ടിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ ഞാൻ. അപ്പം അത് കഴിഞ്ഞ ഉടനെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു റിപ്പോർട്ട്സ് മേടിക്കാൻ. അത് റിപ്പോർട്ട്സ് മേടിച്ച് വന്നപ്പോൾ അത് നെഗറ്റീവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഡോക്ടറെ കാണിച്ചെങ്കിലും ഡോക്ടറിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഡോക്ടർ പറഞ്ഞു, അത് ഇപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അത് സർജറി ചെയ്തേ പറ്റുള്ളൂ. ലിവറിൻ്റെ ഒരു പോർഷൻ സർജറി ചെയ്ത് മാറ്റണം. അതങ്ങനെ ബോഡിയിലിരിക്കാൻ പാടില്ല. അതുണ്ടെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴും പനി, അങ്ങനെ ഓരോരോ ഹെൽത്ത് ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കും. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഇത്രയും വലിയൊരു അസുഖം നിന്ന് മാറ്റിയല്ലോ, ഇനി സർജറി അല്ലേ, അത് അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആവാൻ വരാൻ പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നിന്നപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, എനിക്ക് അച്ഛൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, എനിക്ക് എന്തോ വരട്ടെ, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് സർജറി വേണ്ട. അമ്മ ഒത്തിരി ഞങ്ങളടുത്ത് പറഞ്ഞു. പക്ഷേ ഡോക്ടർ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അച്ഛൻ്റെ അടുത്തോട്ട് അമ്മയെ കൊണ്ടുവരാനും പറ്റില്ല. അമ്മയ്ക്ക് അത്ര ഹെൽത്ത് നല്ല ഹെൽത്തി ആയിരുന്നില്ല അമ്മ. അതിനാൽ ഞങ്ങൾ ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങാനായിട്ട് നിന്ന സമയത്ത് അതിശക്തമായ മഴയും കാറ്റും കാരണം ഞങ്ങൾക്ക് യാത്ര മുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ മാതാവ് ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറയുകയെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയില്ല, വേറൊരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. അവിടെ പോയപ്പോൾ ഇവിടെ ചെയ്ത എല്ലാ ടെസ്റ്റുകളും ഒന്നുകൂടെ ചെയ്തു, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, അമ്മയ്ക്ക് ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു സെൽസ് പോലും അമ്മയുടെ ബോഡിയിലില്ല, അമ്മയ്ക്ക് സർജറിയുടെ ആവശ്യമില്ല, അമ്മയ്ക്ക് ഒരു മെഡിസിൻസും എടുക്കേണ്ട ആവശ്യമില്ല, അമ്മയ്ക്ക് ഇനി എപ്പോഴെങ്കിലും പനി അങ്ങനെ എന്തെങ്കിലും തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചാൽ പോലും മതി എന്ന് ഡോക്ടർ പറഞ്ഞു. അന്നേരം ഞങ്ങൾ എൻ്റെ കയ്യിൽ ഉപ്പും തേനും മാത്രമേ ഉള്ളൂ. ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്ത കാരണം അത് വെച്ച് ഞാൻ അമ്മയെ പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും. പിന്നെ അതിനുശേഷം അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ജമാൽ റാലിക്ക് വന്നിരുന്നു. അന്നേരം അമ്മയും കൊണ്ടുവന്നു. ഇവിടെ വന്നു അച്ഛൻ്റെ ഞങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുത്ത ശേഷം അച്ഛനെ കാണാനായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് രാവിലത്തെ ടോക്കൺ കിട്ടാൻ വേണ്ടി ചെന്നപ്പോൾ ഞങ്ങൾ അടുത്തെത്തിയപ്പോൾ ടോക്കൺ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ടോക്കൺ ഞങ്ങൾക്ക് തിരിച്ചു പോവുകയും വേണമെന്ന്. അപ്പം അച്ഛൻ അത്ര ടയേർഡാണെന്ന് അവരും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അച്ഛൻ അത്ര ടയേർഡാണെങ്കിൽ വേണ്ട, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയിൽ അമ്മയെ പങ്കെടുത്താന്ന് പറഞ്ഞപ്പോൾ അവരെന്തുകൊണ്ടോ ഞാൻ അവിടെ ഇങ്ങനെ അമ്മയെ നോക്കി പ്രാർത്ഥിച്ച് നിന്ന സമയത്ത് അവർ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, വാ നിങ്ങൾ കൂടെ കയറിക്കോ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ അച്ഛൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാനും അച്ഛൻ കൈവച്ചെൻ്റെ അമ്മയെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാനും സെയ്ത്ത് പൂശി കാശിരൂപം കൊടുത്ത് എൻ്റെ അമ്മയെ അനുഗ്രഹിച്ചു അച്ഛൻ. നെക്സ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയ ദൈവത്തിൻ്റെ സംരക്ഷണമാണ്, അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ സാക്ഷ്യമാണ്. ഞങ്ങൾ ജമാല റാലിക്ക് വരുന്ന വഴിയിൽ നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഞങ്ങളുടെ കാറ് ഡിവൈഡറിൽ ഇടിക്കുകയും കാറിൻ്റെ സൈഡിലുള്ള 2 വീലും
ഡിവൈഡറിൽ ഇടിച്ച് കയറുകയും നല്ല രീതിയിൽ പൊളിഞ്ഞു പോകും. ഞങ്ങൾക്കിതെന്താ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലായില്ല. പെട്ടെന്നൊരു ബ്രേക്ക് പിടിച്ച് വണ്ടി നിന്നു. ഞങ്ങളൊന്ന് ഷെയ്ക്ക് ചെയ്തു, അത്രമാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ, ഒരു വലിയ ശബ്ദത്തോടു കൂടി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല ടയർ അനങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കുന്നതെന്ന്. ഉടനെ ഞങ്ങൾ ബൈ റോഡിലോട്ട് കാറ് മാറ്റി ആ സ്ഥലത്ത് തന്നെയായിരുന്നു ഒരു വർക്ക്ഷോപ്പ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്കൊരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. രാത്രി 12 മണി സമയമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ റൂം തേടി നടക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെയൊന്നും റൂമുമില്ല, തൃശ്ശൂരായിരുന്നു സ്ഥലം. അപ്പോൾ ഞങ്ങൾക്ക് ആ വർക്ക്ഷോപ്പിൽ കാണിക്കാനും രാത്രി മുഴുവനും ഞങ്ങൾ കാറിലിരുന്ന് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. രാവിലെ ആയപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് മാറാനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, നിങ്ങൾ റൂമൊന്നും എടുക്കണ്ട, ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നോളൂ, ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും. ജോൺസൺ ചേട്ടൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ആ ചേട്ടൻ ഞങ്ങളെ ആ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് കാർ ശരിയാക്കി കിട്ടുന്നത് വരെ എല്ലാ സഹായവും ഞങ്ങൾക്ക് ചെയ്തു തന്നു. ആ ചേട്ടനും കുടുംബത്തിനും നന്ദി പറയുന്നു. അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് ജപമാല റാലി കൂടി തീർത്ഥാടന ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി. ജപമാല റാലിക്ക് പോയി അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് ഞങ്ങൾക്ക് സുഗന്ധാഭിഷേകം കിട്ടി. ഞാൻ നന്ദി പറയാനായിട്ട് അമ്മയ്ക്കൊരു നിമിഷം കൊടുക്കാം. എൻ്റെ പേര് പ്രമീള എന്നാണ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷിയായ എൻ്റെ അമ്മയ്ക്കും അപ്പയ്ക്കും ഒരുപാട് നന്ദി. എനിക്ക് ഈ പുനർജന്മം നൽകിയ മാതാവിനും അപ്പയ്ക്കും ശതകോടി നന്ദി. എനിക്ക് എൻ്റെ കൊച്ചിലെ എൻ്റെ അപ്പയും അമ്മയും നഷ്ടമായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവും പോയി എന്നെ വിട്ട്. ഞാൻ ഏകയായിരുന്നു. ആരുമില്ലാതെ ഇരുന്ന സമയങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു തീർന്നു എൻ്റെ ജീവിതമെന്ന് കരുതിയിരുന്ന സമയങ്ങളിൽ ഒറ്റയ്ക്കല്ല എന്നുള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് നൽകി. ഇപ്പോൾ എനിക്ക് അപ്പയും അമ്മയും എനിക്കുണ്ട്. ഞാൻ അവരുടെ കൂടെ സന്തോഷമായി ജീവിക്കുന്നു. എൻ്റെ മക്കളെ കൂടെയും ഞാൻ സന്തോഷമായി ജീവിക്കുന്നു. എനിക്കിങ്ങനെ ഒരു 2ാം ജന്മം നൽകിയ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒരു കോടി നന്ദി. എൻ്റെ ജോസഫ് അച്ഛന് ആരോഗ്യ സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനകോടികൾക്ക് ആശ്വാസമാകാൻ എൻ്റെ അപ്പയ്ക്ക് ജോസഫ് അച്ഛന് ആരോഗ്യ സൗഖ്യം എൻ്റെ അമ്മയും അപ്പയും നൽകണമേ എന്ന് ഞാൻ ഇതോടുകൂടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേറെ ഒന്നുമില്ല, നന്ദി മാത്രമേ ഉള്ളൂ. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങളിവിടുന്ന് കന്നഡ, തമിഴ് പത്രം കർണാടകയിൽ ചർച്ചിൽ കൊടുക്കാറുണ്ട്. ചർച്ചിൽ ക്രിസ്ത്യൻസ് അല്ല, അവിടെ ഹിന്ദുസാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അക്രൈസ്തവരുടെ ഇടയിൽ ഞങ്ങൾക്ക് കൂടുതൽ കൊടുത്ത് അമ്മയെക്കുറിച്ച് പറയാനും ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കാറുണ്ട്. വീടുകളിലും കടകളിലും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഓർഫനേജിലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും ഫുഡ് കൊടുക്കാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് സഹായിക്കാറുണ്ട്. പഠന സഹായം ചെയ്യാറുണ്ട്. പിന്നെ റോഡ് സൈഡിലൊക്കെ വിശന്നിരിക്കുന്നവർക്ക് അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് മേടിച്ച് കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതം ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, ഉടമ്പടി ധ്യാനം, സായന പ്രാർത്ഥന, ജപമാല, ബൈബിൾ റീഡിങ്, ഉപവാസം ഇതെല്ലാം ചെയ്യാറുണ്ട്. ഞായറാഴ്ചകളിൽ ഞങ്ങൾ കുർബാന കൂടാൻ പോകാറുണ്ട്. കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന, കൊന്ത, ഡെയിലി ബ്രെഡ്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. ബൈബിൾ വായന. ഞങ്ങൾ ഹിന്ദുസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുർബാന ചെയ്യാൻ പറ്റില്ല. മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും കൂടെയുണ്ട്. ഞങ്ങളുടെ മെഴുകുതിരിയിൽ എപ്പോഴും അമ്മ മാതാവ് ഓരോരോ സാന്നിധ്യങ്ങൾ ഓരോരോ ഷേപ്പിൽ തരാറുണ്ട്. ഫ്ലവേഴ്സിൻ്റെ, ഉണ്ണീശുവിൻ്റെ ഹാർട്ടിൻ്റെ ഷേപ്പ്, പ്രാവിൻ്റെ ഷേപ്പ്, ഈശോയുടെ തിരുമുഖം, അമ്മ മാതാവ് ഉണ്ണീശുവും കൂടെ എടുത്തു വച്ചിരിക്കുന്ന രൂപം, അങ്ങനെ ഓരോരോ 7 ഗോൾഡൻ ലെറ്റർ അതൊക്കെ കിട്ടാറുണ്ട് ഞങ്ങൾക്ക്. പിന്നെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മ സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയെ. ആകാശത്തോളം മുട്ടമുള്ള ഒരു ചർച്ചിൽ, ആകാശത്തോളം ഉയരമുള്ള ഒരു ചർച്ചിൻ്റെ മുന്നിൽ അമ്മ മാതാവ് ക്രീം കളർ ഡ്രസ്സിൽ, ക്രീം കളർ പ്രകാശത്തോടു കൂടി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന, ഞാൻ താഴെ നിൽക്കുന്ന അമ്മ എന്നെ നോക്കി ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
ഈശോയെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. മക്കൾക്ക് എന്തെങ്കിലും പനി, ചുമ, അങ്ങനെ എന്ത് അസുഖങ്ങൾ വന്നാലും പണ്ടൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ ഒത്തിരി ഓടിയിട്ടുണ്ട് മക്കളെയും കൊണ്ടിട്ട്. ഇപ്പം ഞാൻ എല്ലാ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതോടുകൂടി അവരുടെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരാറുണ്ട് അമ്മ മാതാവ് ഈശോയും കൂടെ. ഞങ്ങൾക്ക് തരുന്ന ഈ മഹാനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്താ കൂടി നന്ദി പറയുന്നു. ഞങ്ങളെ ഈ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളെ നയിക്കുന്ന, ഞങ്ങളെ ഈ സ്വർഗീയ ജീവിതം ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് തരുന്ന ഞങ്ങളുടെ ജോസഫ് അച്ഛന്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് അനന്ത കൂടി നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒന്നുകൂടി ഞങ്ങളുടെ ബ്രദർ വിജയകുമാർ സാറിന് ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ സ്പീച്ചുകളും എനിക്ക് ഉടമ്പടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. കാരണം ഞാൻ ഹിന്ദു ആയതുകൊണ്ടായിരിക്കും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവിടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147 3-ാം വചനമാണ്. മരിയൻ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ നമ്മുടെ വേദനകളെയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. തകർന്ന ഹൃദയങ്ങളിൽ ആശ്വാസത്തിലും സൗഖ്യത്തിനുമായി അമ്മയാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം അനുഭവിക്കാൻ സാധിക്കുന്നത്. ദൈവം നമ്മുടെ മുറിവുകൾ കാണുന്ന ഒരു ദൈവമാണ്. നമ്മുടെ മറച്ചു വെച്ച വേദനകൾ പോലും ദൈവത്തിന് മുൻപിൽ മറഞ്ഞിട്ടില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ വേദന, ജീവിത പ്രശ്നങ്ങൾ, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, രോഗാവസ്ഥകൾ, നിറവേറാത്ത സ്വപ്നങ്ങൾ ഉടമ്പടിയിൽ നമ്മുടെ മുറിവുകൾ കൃപയായി മാറ്റുകയാണ് ഈശോയും അമ്മയും കൂടി. വേദനകളെല്ലാം ഓരോ സാക്ഷ്യമായിട്ടാണ് പിന്നീട് നാം കേൾക്കുന്നതും കാണുന്നതും. ഇപ്പോൾ നമ്മൾ സാക്ഷ്യം ഷെയർ ചെയ്ത് പ്രിജി ശ്രീകുമാർ എന്ന മകളുടെ സാക്ഷ്യമാണ്. ഈ മകൾ പറഞ്ഞു നിർത്തിയത് സ്വർഗീയ ജീവിതം ഭൂമിയിൽ അനുഭവിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. കൃപാസനം ഉടമ്പടിയിലൂടെ ആദ്യമായി ഈ മക്കൾ കടന്നു വന്നത് സാധാരണ ഒരു യൂട്യൂബിൽ കൂടിയാണ്. യൂട്യൂബിൽ കൂടി കൃപാസനത്തെ പറ്റി അറിയുകയും അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുകയുമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അമ്മ ഇവർക്കൊരു സിഗ്നൽ കൊടുത്തു, ഒരു അടയാളം കൊടുത്തു. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ദുരന്തം വരാൻ പോകുന്നു എന്നൊരു സിഗ്നലുമായിട്ടാണ്, മെസ്സേജുമായിട്ടാണ് അമ്മ വന്നത്. ഈ കുടുംബം ഇവിടെ വന്നപ്പോഴും അമ്മ ഒരു അടയാളം കൊടുത്തിരുന്നു. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയെത്തിയ ആ അമ്മയുടെ സ്റ്റാച്യു ആണ് ഈ സൈഡിൽ നമുക്ക് കാണാം. അവിടെയാണ് ഈ മക്കൾ പ്രാർത്ഥിച്ച് തിരിഞ്ഞ് പിന്നീട് നോക്കി പോകുന്ന വഴിക്കും തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ലൈറ്റില്ല, മുഴുവൻ ഒരു അന്ധകാരമാണ്. അപ്പോഴേ ഇവർക്ക് മനസ്സിലായി എന്തോ അമ്മ വെളിപ്പെടുത്തുന്നുണ്ട്. ദുരന്തം വരാൻ പോകുന്നു എന്ന മെസ്സേജ് നൽകിയ അമ്മ തന്നെയാണ്. പെട്ടെന്ന് ആ മുറിയിൽ അന്ധകാരം നൽകിയപ്പോൾ ഇവർക്ക് എന്തോ ഒന്നും മനസ്സിലായി, എന്തോ അമ്മ വെളിപ്പെടുത്തുകയാണ് എന്ന്. പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് അതെന്താണെന്ന്. ലൈറ്റ് ഓഫ് ആയപ്പോൾ കാണിച്ചു കൊടുത്ത അന്ധകാരമാണ് പിന്നീട് മനസ്സിലായത് അമ്മയ്ക്കുണ്ടായിരുന്ന ഒരു ക്യാൻസർ എന്ന അസുഖമാണ്, അതും 2nd സ്റ്റേജ് ആണെന്നാണ്. പെട്ടെന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൊബൈലിൽ 6 നിയോഗം എഴുതേണ്ടതാണ്. പക്ഷേ ആ സമയത്ത് ഒരു നിയോഗം എഴുതി അമ്മയുടെ സൗഖ്യപ്പെടുത്തണമേ എന്നുള്ളൊരു നിയോഗം എഴുതിയപ്പോൾ ഡോക്ടർ വന്നു. അത് അറിയാതെ തന്നെ ക്ലിക്കാവുകയും ആ ഒരു നിയോഗം മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഓൺലൈൻ ഉടമ്പടിയായിട്ട് നിയോഗം സമർപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഈ മകൾ തന്നെ പ്രാർത്ഥന തുടങ്ങി. മൊബൈലിൽ വിശ്വാസ പ്രമാണം സെർച്ച് ചെയ്തപ്പോൾ അത് കിട്ടിയില്ല. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് കിട്ടിയത്. ആ പ്രാർത്ഥന ചൊല്ലി എന്നും പ്രാർത്ഥിച്ചു. പിന്നീട് ആരോ തന്ന ഉപ്പുണ്ടായിരുന്ന കയ്യിൽ തേനും ഉപ്പും ഉപയോഗിച്ച് പ്രതിഷ്ഠീകരണത്തിന് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ഈ കുടുംബം. പിന്നീട് അച്ഛൻ്റെ ധ്യാനത്തിൽ തന്നെ ശരീരത്തിൽ സോഫ്റ്റായ ഒരു പാർട്ട് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിലൂടെ സുഖപ്പെടുത്തുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവർക്ക് കിട്ടുന്നത്. ഈ മകൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് അതെൻ്റെ അമ്മ തന്നെയാണെന്ന്. മെഡിക്കൽ ടെസ്റ്റിൽ ലിവർ അബ്നോർമാലിറ്റീസ് കണ്ടപ്പോൾ ലിവർ ക്യാൻസറാണ്, ലിവറിൻ്റെ ഒരു പോർഷൻ റിമൂവ് ചെയ്യണം, 90% കൺഫേം ആണ് ക്യാൻസർ. ആ സ്ഥിതിയിലായിരിക്കുമ്പോഴാണ് ഈ മകൾ
ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി രാവിലെയും വൈകുന്നേരവും വളരെ പ്രത്യാശയോടുകൂടി തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയും ഈശോയും അമ്മയും കേൾക്കുകയാണ്. ഹോസ്പിറ്റലിൽ വെച്ച് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണ് ഈശോയും അമ്മയും ഏറ്റെടുത്തത്. സങ്കീർത്തനം 94:18 വചനം പറയുന്നത്, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തിയെന്നാണ്. നാം വഴുതി പോകുന്ന നിമിഷമായപ്പോൾ ആ നിമിഷങ്ങളിൽ താങ്ങി നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലാണ്, ആ കരമാണ് ഇവരുടെ ജീവിതത്തിലും ഈ മക്കൾക്ക് അനുഭവിക്കാൻ സാധിച്ചത്. അച്ഛൻ്റെ ധ്യാന സമയത്ത് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ മക്കൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് പിന്നീട് ഹോസ്പിറ്റലിൽ ഒരിക്കൽ കൂടി ചെക്കപ്പ് ചെയ്യാൻ പോയപ്പോൾ അവിടെയും തടസ്സമാണ്, ഒരു ശക്തമായ മഴയാണ്. അമ്മ പറഞ്ഞു എനിക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന്. പക്ഷെങ്കിൽ മകൾ പറഞ്ഞു നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകാം. അന്ന് ആ ശക്തമായ മഴ ഒരു വലിയ തടസ്സമായിരുന്നു ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ഇത്രയും നാൾ ടെസ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അവരെ ഡയറക്ഷൻ മാറ്റി. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഉടമ്പടി, ഉടനടി പരിഹാരം. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ അമ്മയാണ്. തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്നതും മുറിവുകൾ വെച്ച് കെട്ടുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ഓൺലൈൻ ഉടമ്പടി ആയാലും തീർത്ഥാടന ഉടമ്പടി ആയാലും അമ്മ എപ്പോഴും നമ്മുടെ മനസ്സിനും നമ്മുടെ വിശ്വസ്തതയ്ക്കും അനുസരിച്ചുള്ള ഒരു വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ലഭിക്കുന്നത്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു അമ്മയാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണ്, ആ പ്രശ്നങ്ങളാണ് പരിശുദ്ധ അമ്മ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയത്. ഇന്നും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. തകർന്ന ഹൃദയങ്ങൾ സൗഖ്യമാക്കണമേ എന്ന പ്രാർത്ഥന പരിശുദ്ധ അമ്മയാണ് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ മുറിവുകൾ കർത്താവിൻ്റെ കൃപയാൽ സുഖപ്പെടുത്തുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹവും കരുണയും കൃപയും നമ്മെ വീഴാൻ അനുവദിക്കാതെ താങ്ങി നിർത്തുന്നത് ഉടമ്പടിയിലൂടെയാണ്. നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവകൃപ, ദൈവക്കാത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നതും നമ്മെ സൗഖ്യപ്പെടുത്തുന്നതും. മരിയൻ ഉടമ്പടി ദൈവത്തിനോടുള്ള ആ ആത്മീയ ബന്ധമാണ്. ആ ആത്മീയ ബന്ധത്തിലൂടെയാണ് നമുക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും ഈശോയും അമ്മയും നൽകുന്നത്. അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി എന്ന വചനം ഉടമ്പടി മക്കളുടെ ജീവിതാനുഭവമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയുമല്ല, ഇവർക്ക് എവിടെ പോയാലും നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരു സംരക്ഷണമുണ്ട്. എന്തു തന്നെയായാലും സാഹചര്യങ്ങളും അപകടങ്ങളിലുമെല്ലാം താങ്ങിക്കൊള്ളുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ഈശോയുടെയും അമ്മയുടെയും ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉടമ്പടി തീഷ്ണതയോടെ ജീവിക്കുമ്പോൾ മെഴുകുതിരിയിൽ പോലും മെഴുകുതിരിയിലൂടെയാണ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഞാൻ നിന്നെ കൂടി ഉണ്ട് മകളെ മകനെ എന്ന് പറയുന്ന ആ സാന്നിധ്യമാണ് തിരിയിലൂടെ ഹൃദയത്തിൻ്റെ രൂപത്തിലും തിരുക്കുടുംബത്തിൻ്റെ രൂപത്തിലും ഫ്ലവറിൻ്റെ രൂപത്തിലുമൊക്കെ അമ്മയെ കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ദുർബലതകളുമായി കൃപാസനം നമ്മുടെ സന്നിധിയിലെത്തുമ്പോൾ അമ്മ നമ്മെ കൃപയുടെ കാരുണ്യത്തിൻ്റെ ഉറവിടത്തിലേക്കാണ് നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്കും ആ കരുണയുടെ ഈശോയുടെയും അമ്മയുടെയും അചഞ്ചലമായ സ്നേഹവും കരുണയും കൃപയും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫ്രഞ്ചി ശ്രീകുമാറിന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.